ഇന്ന് ലെബനോനില് ഇന്നലെ പേജർ പൊട്ടിത്തെറിച്ച് 3000 എണ്ണം പരിക്കേറ്റ് കിടക്കുകയാണ്. ഇന്ന് ഇലക്ട്രോണിക് സാധനങ്ങളെല്ലാം പൊട്ടിത്തെറിക്കുകയാണ്. റേഡിയോ ഒക്കെ പൊട്ടിത്തെറിച്ച് 500 പേര് കയ്യും കാലും ഒക്കെ പോയി. എത്ര മരണമൊന്നും സ്ഥിരീകരിച്ചിട്ടില്ല. ഇന്ന് ഇലക്ട്രോണിക് സാധനങ്ങളായിട്ടുള്ള റേഡിയോ പൊട്ടിത്തെറിക്കുന്നു, TV പൊട്ടിത്തെറിക്കുന്നു. അതായത് ശത്രുപാളയത്തിനകത്ത് ഭീതി കൊടുക്കുന്നത് ദൈവത്തിൻ്റെ ഒരു രീതിയാണ്. അത് പണ്ടേ അങ്ങനെ തന്നെയാണ്. ശത്രുപാളയത്തിൽ ഭീതി കൊടുക്കുക. എന്ത് ചെയ്താലും ഇനി അവന്മാർ പേടിച്ചരണ്ട് വേണം ചെയ്യാനായിട്ട്. ഇന്നത്തെ വാർത്ത കണ്ടായിരുന്നോ നിങ്ങൾ? ഇന്ന് റേഡിയോ ഒക്കെ പൊട്ടിത്തെറിക്കുക. റേഡിയോ ഒക്കെ പൊട്ടിത്തെറിച്ച് 500 എണ്ണത്തിൻ്റെ കാര്യത്തിനകത്തൊക്കെ ഒരു തീരുമാനമായിട്ടുണ്ട്. ഇന്നലെ പേജർ പൊട്ടിത്തെറിച്ചു. അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ സിറിയയിലും ഈ ഹിസ്ബുള്ള തീവ്രവാദികൾ കൊണ്ടുപോയിരുന്നു. അവിടെ വെച്ചും സിറിയയിലും പൊട്ടിത്തെറിച്ചു, ഇവിടെയും ലെബനോണിലും പൊട്ടിത്തെറിച്ചു. ഈ 2 സ്ഥലത്തും പൊട്ടിത്തെറിക്കുകയായിരുന്നു. ഓക്കെ, അഭിലാഷ് അബി, അതെ അതെ അതെ, പേജറും വാക്കിട്ടോക്കിയും റേഡിയോ ഒക്കെ പൊട്ടിത്തെറിക്കുന്നേ. പേജറും വാക്കിട്ടോക്കിയെന്ന് മാത്രമല്ല, റേഡിയോയും പൊട്ടിത്തെറിച്ചു. ഇന്ന് റേഡിയോ ഒക്കെ ഇലക്ട്രോണിക് ഉപകരണങ്ങൾ ഇന്ന് പൊട്ടിത്തെറിച്ച് കുറെ എണ്ണങ്ങൾ കാഞ്ഞു പോയിട്ടുണ്ട്. Ivdu yeteshem simhu boy levano Ivdu yeteshem simhu boy levano. അതായത് ivdu yeteshem simhu, ദൈവത്തെ സേവിക്കുന്നവൻ സന്തോഷത്തോടുകൂടി ദൈവത്തെ സേവിക്കട്ടെ, പാട്ടോടുകൂടി ദൈവത്തിന്റെ സന്നിധിയിലേക്ക് കടന്നു വരട്ടെ. അതാണ് ഈ പാട്ടിന്റെ അർത്ഥം. അപ്പൊ ഇന്ന് സന്തോഷത്തിന് ദിവസമാണ്. വിലാമലോട് നമ്മൾ പോവുകയാണ്. അപ്പൊ ഞാൻ നിങ്ങളോട് പറയുകയാണ്, ivdu yeteshem simhu boy levano Ivdu yeteshem simhu boy levano. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ഞാൻ വിലാമലിലേക്ക് പോവുകയാണ്. ആക്ച്വലി ഈ എന്താ പറയുക, തുലുക്കന്മാരുടെ പാളയത്തിനകത്തൊക്കെ വല്ലാത്തൊരു ഭീതി ഇപ്പോൾ വന്നിട്ടുണ്ട്. എന്ത് ചെയ്താലും പേടിക്കേണ്ട ഗതികേടിലാണ് അവന്മാർ. എന്ത് ചെയ്താലും ഇപ്പം പേടിയാണ്. ഞാനിതൊന്ന് വെച്ചിട്ട് പോട്ടെ അങ്ങോട്ട്. സോറി, തലകീഴൊക്കെ വന്നു. ഇത് സത്യത്തിൽ 12:30-ക്കാണ് ഇവിടെ വരേണ്ടത്. കാരണം വലിയൊരു ജനാവലി നിങ്ങൾക്ക് കാണാൻ പറ്റും രാത്രി 12:30-ക്ക്. കാരണം സ്ലീഹോത്ത് നടക്കുകയാണ്. അപ്പോൾ സ്ലീഹോത്തിൻ്റെതായ പാട്ടും നൃത്തവും ഒക്കെ. സ്ലീഹോത്തിൻ്റെ പാട്ടെന്ന് പറയുന്നത് ഒരു പ്രത്യേക പ്രാർത്ഥനയാണ്. സത്യത്തിൽ പാട്ടെന്ന് പറയാൻ പറ്റില്ല, പ്രത്യേക പ്രാർത്ഥനയെന്ന് വേണമെങ്കിൽ പറയാം. Ivdu yeteshem simhu boy levano Ivdu yeteshem simhu boy levano Ivdu yeteshem simhu boy levano. സൗരങ്ങളെ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പേര് എഴുതി വെച്ചിരുന്നു കുറേ പേരുടെയൊക്കെ.
സത്യത്തിൽ ആ പേരുകളൊന്നും ഞാൻ എടുത്തിട്ടില്ല. അതുകൊണ്ട് എനിക്ക് ആ പേരുകൾ പുസ്തകം നോക്കി വായിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ ഇതിനകത്ത് കമൻ്റ് ഇടുന്നവരുടെ പേരുകൾ ഞാൻ വായിക്കാം. സതീഷ് ജോസ്, സെലീൻ എയ്ബൽ, ബിനി ബിജു, ഉഷാദേവി സുഗതൻ, ടിട്ടു. അയ്യോ, ടിറ്റു ബ്രദർ എന്നോട് വിലാപത്തിൽ വരണേ പറഞ്ഞിരുന്നു. സത്യത്തിൽ ടിറ്റു ബ്രദറിന് ഇന്നത്തെ ദിവസം സിംഹു ബോയി ലെവനോ. ഓക്കെ, ഞാൻ പേര് വിളിക്കാം. അഭിലാഷ്, ഷബി, സതീഷ്, നാൻസി, നനാന്യ, വിൻസി ടി, ഫൽഗുണൻ, അനി തോമസ്, മനോജിയം, മാലു പിള്ളൈ, സംഗീത ബാബു, ശ്യാമിലി, സെലീൻ എയ്ബിൾ, നീറ്റ ബ്രൈറ്റ്, സാമുവൽ മാത്രമേ പറയുന്നുള്ളൂ, ഇവയൊക്കെ അറിയത്തില്ല. ബിന്ദു തോമസ്, റിജിത്ത് ഉദയോത്, രഞ്ജിത്ത് ആറുമുഖൻ, രഞ്ജിത്ത്, ജോസഫ് ബ്രിട്ടോ, ഷിജോ ജോസ്, പ്രവീൺ കൃഷ്ണൻ, സാലി വി ജോർജ്, സാമുവൽ പടിഞ്ഞാറേ മുറിയൻ, രാജേഷ് കുമാർ, ബാബു പള്ളിക്കര, നീലേശ്വർ, സെലീൻ ആബൽ. പേർ വിളിക്കും നേരം കാണും ഷിജു മാത്യു, പേർ വിളിക്കും നേരം കാണും സോമിയ ബിനീഷ്, പേർ വിളിക്കും നേരം നമോ വിഷ്ണു വിശാൽ, മോനി കുറ്റിയിൽ, പേരൊക്കെ വരുന്നില്ല വായില്, പ്രാജി സുബിൻ, ഷാജി കെ വി. തോദ 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 തോദ. അജിത് ചെറിയാൻ, ബോബി ജോൺ കോട്ടുകപ്പള്ളി, ജീമോൻ സോംജി, മാത്യു മത്തായി, ജോയ് കെ പി, മത്തായി, റോസമ്മ സാമ്പർക്കുട്ടി, സണ്ണി ലാലി, പ്രാക്കൻ, നമോ ഭാരതം. അതെന്ത് പേരാണാവോ? ദേവോര, ദീപ ലിച്ചു, വിജു തോമസ്, രാജൻ. അയ്യോ സഹോദരൻ, ഞാൻ പേരൊന്നും എടുത്തു വെച്ചിട്ട് വായിച്ചത്. എനിക്കാണെങ്കിൽ അത് വായിച്ചു പോകാനും പറ്റുന്നില്ല, പെട്ടെന്ന് ഓടിപ്പോവുകയാണ്. അപ്പോൾ എന്തായാലും ഞാൻ വിലാപം അതിൽ നാളെയും വരുന്നുണ്ട്. ഞാൻ നാളെ വരുന്ന സമയത്ത് പേരുകളെല്ലാം എടുത്തുകൊണ്ട് വരാം. എന്നിട്ട് ഞാൻ പേരുകൾ ഇരുന്ന് അത് വായിക്കാം. എന്തായാലും വളരെ സന്തോഷമുണ്ട് എനിക്ക് ഇവിടം വരെ കൊണ്ടുവരാനായിട്ട് കഴിഞ്ഞത് നിങ്ങളെ. കാരണം ഇനിയിപ്പോൾ പാതിരാത്രി ഈ സമയത്തല്ല, ഇനി പാതിരാത്രി 12 മണിക്ക് ഈ സ്ഥലം മുഴുവനും നിറഞ്ഞ് കവിയുന്ന തരത്തിലൊരു ജനാവലിയെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അത് നിങ്ങൾക്ക് കാണണമെങ്കിൽ നിങ്ങൾ യൂട്യൂബിനകത്ത് വെസ്റ്റേൺ വോൾ ലൈവ് എന്ന് പറഞ്ഞ് നിങ്ങൾ നോക്കിയാൽ മതി. ആ വെസ്റ്റേൺ വോൾ ലൈവിനകത്ത് രാത്രി 12:30 നിങ്ങൾ ഒന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ വെസ്റ്റേൺ വോൾ ലൈവായിട്ട് നടക്കുന്നത്, ഇവിടുത്തെ ക്യാമറ വഴിക്ക് ലൈവ് എപ്പോഴും ലൈവ് ടെലികാസ്റ്റ് ഉണ്ട്. അപ്പം നിങ്ങൾക്ക് വെസ്റ്റേൺ മാളിൽ നടക്കുന്ന ലൈവ് ടെലികാസ്റ്റ് വഴിക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇന്ന് രാത്രിയിൽ തന്നെ നിങ്ങൾക്ക് സ്ലീഹോത്തിരുന്ന് കൂടാൻ പറ്റും. അവരുടെ കൂടെ അവർ പ്രാർത്ഥിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് സ്ലീഹോത്ത്, ഞാൻ പറഞ്ഞ മനസ്സിലായോ? അതായത് യൂട്യൂബിനകത്ത് കയറിയിട്ട് വെസ്റ്റേൺ വോൾ ലൈവ് എന്ന് പറഞ്ഞ് നിങ്ങൾ നോക്കിയാൽ മതി. അപ്പോൾ ലൈവ് ടെലികാസ്റ്റ് നിങ്ങൾക്ക് കാണാൻ പറ്റും. നിങ്ങൾ ആ ലൈവ് ടെലികാസ്റ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ 12:30 ഇവിടെ നടക്കുന്ന ലൈവ് നിങ്ങൾക്ക് അവിടെ നാട്ടിലിരുന്നുകൊണ്ട് കാണാം. ആ സമയത്ത് നിങ്ങൾക്ക് ഒപ്പം ഇരുന്ന് അവരുടെ കൂടെ ഇരുന്ന് സ്ലീഹോത്തിന് പങ്കെടുക്കാൻ പറ്റും, പ്രാർത്ഥിക്കാൻ പറ്റും.
അങ്ങനെ ചെയ്യാൻ നിങ്ങൾക്ക് കഴിഞ്ഞാൽ വിനി വിൻസു, ഹംസ എൻ വി, ആദ്യം സ്വന്തം പ്രൊഫൈലൊക്കെ ഇട്ട് വന്നിട്ട് നമുക്ക് പൊട്ടിത്തെറിക്കുന്ന കാര്യമൊക്കെ പറയാം. സൂപ്പർ. ഇത് കേൾക്കുമ്പോ തന്നെ കാഹളം കാതുകളിൽ കേട്ടിടാറായി, ദൈവദൂതർ പൊൻവീണകൾ മീട്ടിടാറായി, ദൈവദൂതർ പൊൻവീണകൾ മീട്ടിടാറായി. യേശുവ അരുളിയ വാഗ്ദത്തം നിറവേറാൻ കാലങ്ങൾ നമ്മെ വിട്ട് പായുകയായി. യേശുവ അരുളിയ വാഗ്ദത്തം നിറവേറാൻ കാലങ്ങൾ നമ്മെ വിട്ട് പായുകയായി. കാഹളം കാതുകളിൽ കേട്ടിടാറായി, ദൈവദൂതർ പൊൻവീണകൾ മീട്ടിടാറായി, ദൈവദൂതർ പൊൻവീണകൾ മീട്ടിടാറായി. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ഇതെല്ലാം കണ്ടിട്ടും വിശ്വസിക്കാൻ കഴിയാതെ മൂഢന്മാരായിരിക്കുന്ന മൂഢജാതിയെ ഓർത്ത് പരമപുച്ഛം മാത്രമേ ഉള്ളൂ, പുച്ഛവും സഹതാപവും. ഇത്രയൊക്കെ ലോകത്തിൽ അടയാളത്തോടുകൂടി ദൈവം എത്രയെത്രയോ ജാതി ലോകത്ത്, നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ, ലോകത്ത് എത്രയോ ജാതികളുണ്ടായിരുന്നു. ഈ ജാതികളെല്ലാം തന്നെ നാമാവശേഷമാക്കപ്പെട്ടു. പല 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 ജാതികൾ. തുലോനം വരുന്ന യഹൂദന്മാർ, ഇസ്രായേലിനെ വെട്ടിയിട്ടാലും ഒരു കുറ്റി ശേഷിക്കുമെന്ന് ദൈവവചനം പറഞ്ഞതിന്റെ നിവൃത്തി എന്ന വണ്ണം ഇസ്രായേലിനെ എത്ര വെട്ടിയിട്ടാലും 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 2000 വർഷത്തിന്റെ കാത്തിരിപ്പിന് ശേഷമായ സെക്രിയ പ്രവചനത്തിൽ എഴുതി വെച്ചതുപോലെ ആ സെക്രിയ പ്രവചനത്തിന്റെ നിവൃത്തീകരണവുമായിട്ട് ഇന്ന് യെരുശലേമിന്റെ തെരുവോരങ്ങളിൽ ഞാൻ നടക്കുന്നത് ദൈവത്തിന്റെ പ്രവചനത്തിന്റെ നിവൃത്തിയുടെ ഭാഗവും കൂടിയാ. ഇസ്രായേൽ മക്കളെ കൊണ്ടുവന്ന ആ ശേഷിപ്പിലുള്ളവരെ ദൈവം മടക്കി കൊണ്ടുവരുമെന്ന് സെക്രിയ പ്രവചനം 8-ാം അധ്യായത്തിൽ കർത്താവ് പറഞ്ഞിട്ടുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കേ. ബിന്ദു വർഗീസ്, അലൻ വർഗീസ്, അബിൻ വർഗീസ്, രഞ്ജിത്ത്, മാജിയ, പ്രാഗ്യ. കാഹളം കേൾക്കാറായി. തീർച്ചയായും ബിനി ബിജു, തീർച്ചയായിട്ടും സമയമെടുത്തിരിക്കുന്നു. ഷൈൻ സണ്ണി, അശ്വതി മാത്യു, ഒലീവിയ, ഇവാനിയ, ആൻഷിയ, അനേയ, സെലീൻ ആബൽ, തോദാ 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 ആബാ തോദാ റബ്ബ, അഞ്ചുമേരി വർഗീസ്, അഞ്ചുമേരി, ആൻമേരി, എലിസബത്ത്, ഷേബ വർഗീസ്, ലിസി വർഗീസ്, വർഗീസ് കെ ജോൺ, ഡാനിയൽ ആൻഡ് ഡേവിഡ്. കാഹളം നിങ്ങളെ കേൾപ്പിക്കാം. ഇദ്ദേഹം ഊന്ന കാഹളം നല്ല രസമാണ് കേൾക്കാനായിട്ട്. കണ്ടോ? ജാസ്മിൻ, എൽദോസ്, ജോർജ്, ഷലോമി ജോർജ്. വെസ്റ്റേൺ വാളാണ് ജോസഫ് ബ്രിട്ടോ, വെസ്റ്റേൺ വാളാണ്. ഇസ്ലാമിക ഭീകരരെ ലോകത്തുനിന്ന് തുടച്ചു മാറ്റണം. തീർച്ചയായിട്ടും അതിന് സമയമെടുത്തിട്ടുണ്ട്. സക്രിയാവ് 8-ാം അധ്യായം അതിന്റെ 4-ാം വാക്യം, സൈന്യങ്ങളുടെ ദൈവമായ കർത്താവ് ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, ഇനിയും യെരുശലേമിന്റെ വീഥികളിൽ വൃദ്ധമാരും ഇരിക്കും. വാർദ്ധക്യം നിമിത്തം ഓരോരുത്തൻ കയ്യിൽ വടി പിടിക്കും. നഗരത്തിൽ വീഥികളിൽ ആൺകുട്ടികളെയും പെൺകുട്ടികളെയും കൊണ്ട് നിറഞ്ഞിരിക്കും. അവർ അതിന്റെ വീഥികളിൽ കളിച്ചുകൊണ്ടിരിക്കും. തോദാ 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 ആബാ തോദാ റബ്ബാ, തോദാ 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 തോദാ. ഷൈനി പ്രദീപ്, സ്റ്റീഫൻ പ്രദീപ്. ഷൈനി പ്രദീപിനെ ആബാ, ഷൈനി പ്രദീപിനെ അപ്പന്റെ കരങ്ങളിൽ തരുന്നപ്പ, അപ്പന്റെ സൗഖ്യം
ഷൈനി പ്രദീപിന്റെ ശരീരത്തിന്മേൽ വ്യാപരിക്കട്ടെ അപ്പ. മെഡിസിൻ എടുക്കാതെ തന്നെ പൂർണ്ണ ആരോഗ്യവതിയായിട്ട് മാറുവാൻ അപ്പൻ കൃപ ചെയ്തതിനായി നന്ദി അപ്പ. നന്ദി. തോദ 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 തോദ. ഷൈനി പ്രദീപിന് കൊടുത്ത സൗഖ്യത്തിനായി സ്തോത്രം. സുബിൻ, സഞ്ജന, സനൂജ്, ലിസി, ആന്റണി. ഇവിടെ നടക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വിലാപം അതിലാണ്. ഉല്ലാസവും സന്തോഷവും നൃത്തവും യഹൂദന്മാരുടെ ഏറ്റവും വലിയ എന്താ പറയുന്ന മിത്സ്വ എന്ന് പറയുന്നത്, അവർ ചെയ്യുന്ന ഏറ്റവും വലിയ മിത്സ്വ എന്ന് പറയുന്നത് മിത്സ്വ കദോള ലിയോത് ബസിംഹ ലിയോത് ബസിംഹ താമീൻ. മിത്സ്വ കദോള എന്ന് പറയുന്നത് ഏറ്റവും വലിയ മിത്സ്വ എന്ന് പറയുന്നത് ലിയോത് ബസിംഹ, പാട്ടുകൾ പാടുക എന്നുള്ളതാണ് ഏറ്റവും വലിയ മിത്സ്വ എന്ന് പറയുന്നത്. മിത്സ്വ കദോള ലിയോത് ബസി. ഞാനൊരു കസേര എടുത്തിട്ട് അവിടെ ഇരിക്കാം. തോദ 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 ആബാ തോദ റബ്ബാ നഞ്ചി 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 തകപ്പനെ നഞ്ചി. യോഹന്നാൻ തോമസ് ആബാ തോദ തോദ തോദ. ജിജോ ആന്റണി എല്ലാം പൂർത്തിയാകാൻ തുടങ്ങി. കയ്യിലിരുന്ന് തന്നെ പൊട്ടിത്തെറിക്കാൻ തുടങ്ങി. അതെ, ഇനി അതൊക്കെ സമ്മതിക്കും. ഫസൽ എം പി നമുക്ക് സ്വന്തം പ്രൊഫൈലൊക്കെ ഇട്ട് വരുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം, സ്വന്തം പ്രൊഫൈലൊക്കെ ഇട്ട് വരുന്ന സമയത്ത് നമുക്ക് കമന്റിനൊക്കെ മറുപടി തരാം. ഓക്കെ സഹോദരങ്ങളെ, സത്യം പറഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ, ഇതൊക്കെ കാണുന്ന സമയത്ത് നിങ്ങളുടെ വിശ്വാസം ഓരോ ദിവസവും വർദ്ധിക്കട്ടെ. സമയം അടുക്കാറായി. വാനമേഘങ്ങളിൽ നമ്മുടെ കർത്താവ് പ്രാണപ്രിയൻ എത്താൻ പോകുകയാണ്. അതിന്റെ മുന്നോടിയായിട്ടാണ് ഈ ഇസ്രായേലിനെ, ഈ യെരുശലേമിനെ, ഈ വിലാപ മതിലിനെ നിങ്ങൾക്ക് കണ്ടിട്ടും ദൈവവചന സത്യങ്ങളെ വിശ്വസിക്കാനോ ഗ്രഹിക്കാനോ മനസ്സില്ലാതെ പോകുന്ന ജനമേ, എനിക്ക് നിങ്ങളെ ഓർത്ത് അയ്യോ കഷ്ടം എന്ന് മാത്രമേ പറയാൻ നിർവാഹമുള്ളൂ. കാരണം ചരിത്ര സത്യങ്ങളെ ആർക്കും മൂടി മറയ്ക്കാൻ പറ്റില്ല. ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു ജനത, യാക്കോവിന്റെ 12 മക്കൾ, യാക്കോവും തന്റെ 12 മക്കളുമായ ഒരു ജനതയുടെ ദൈവം വഴി നടത്തി മിസ്രൈമിൽ നിന്നും അവരെ കൊണ്ടുവന്ന് കനാൻ ദേശം അവർക്ക് കൊടുത്ത് ഈ ഇസ്രായേൽ എന്ന് പറയുന്ന ഈ ഏദൻ തോട്ടത്തിൽ അവരെ പാർപ്പിച്ച്, യെരുശലേം എന്ന് പറയുന്ന ഏദൻ തോട്ടത്തിനകത്ത് അവരെ ഇപ്പോൾ ദൈവം മടക്കി കൊണ്ടുവന്ന് അവർക്ക് ആ ദേശം യെരുശലേമിലെ നന്മയെ ദൈവം കൊടുത്ത് അവരെ തൃപ്തിപ്പെടുത്തുന്ന ദൈവത്തിൻ്റെ ആ കൃപയുണ്ടല്ലോ. ഈ എന്താ പറയുന്ന എല്ലാ ലോകത്തിലും വ്യത്യസ്തരായിട്ടുള്ള ഈ ജനം, ബുദ്ധിയും ജ്ഞാനവും കഴിവും സൗന്ദര്യവും പണവും എല്ലാം കൊണ്ടും സകലത്തിൽ നീ തൊടുന്നതൊക്കെയും അനുഗ്രഹിക്കപ്പെടുമെന്ന് പറഞ്ഞ് ഇതുപോലെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ജാതി ലോകത്ത് വേറെ ഉണ്ടോ? പ്രിയ സഹോദരങ്ങളെ, ശമൂവേൽ പ്രവാചകന്റെ പുസ്തകത്തിനകത്ത് ദാവീദ് രാജാവ് എഴുതുന്ന ഒരു കാര്യമുണ്ട്. ഇസ്രായേലിനെ പോലെ ഇതുപോലൊരു ജാതി ലോകത്ത് വേറെ ഉണ്ടോന്നാ ചോദിക്കുന്നത്. ഇതുപോലൊരു ജാതി, ശ്രേഷ്ഠ ജാതി. യഹൂദനെ ഇന്നും കണ്ടാൽ അസൂയോട് നോക്കുന്ന ക്രിസ്ത്യാനികൾ, യഹൂദനെ കണ്ടാൽ അസൂയ മൂത്തിട്ട് അവനെ പോലെ ആകണമെന്ന് ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ട് എല്ലാ കാര്യം കോപ്പി അടിച്ച് വെച്ചിരിക്കുന്ന തീവ്രവാദി കുഞ്ഞുങ്ങള്. ഇത് ഈ റോഷശനയുടെ സമയമായതുകൊണ്ട്, കാഹളപ്പെരുന്നാളിന്റെ സമയം അടുത്തിരിക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെ കാഹളം ഊതിക്കൊണ്ടേയിരിക്കുന്നത്. ഇസ്രായേലിന്റെ തെരുവുകളിലെല്ലാം തന്നെ ഇനി കാഹളം മുഴങ്ങിക്കൊണ്ടേയിരിക്കും. യുദ്ധത്തിന് മുന്നോടിയായിട്ടാണ് കാഹളം ഊതുന്നത്. കാഹളത്തിന്റെ ശബ്ദം കേട്ടാലേ പിശാചിന് വെകിളി ഇളകും. കാഹളത്തിന്റെ ശബ്ദം കേട്ടാൽ പിശാചിന് എന്തുകൊണ്ടാണ് വെകിളി ഇളകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, യുദ്ധത്തിന് സമയമടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടുള്ള മുന്നോടിയാണ് ഈ കാഹളത്തിന്റെ ശബ്ദം മുഴങ്ങുന്നത്. പ്രിയ സഹോദരങ്ങളെ,
അപ്പോൾ ആ ശബ്ദം കേൾക്കുമ്പോൾ പിശാചിന് ഭയം കൊടുക്കും. അവൻ്റെ സമയം അടുത്തിരിക്കുന്നു എന്നുള്ള മുന്നറിയിപ്പ് കൂടിയാണ് കാഹളത്തിൻ്റെ ശബ്ദം മുഴങ്ങുക എന്ന് പറയുന്നത്. കാരണം മശികയുടെ വരവിൻ്റെ മുന്നോടിയായിട്ട് കാഹള ശബ്ദം മുഴങ്ങും. അത് മശികയുടെ വരവിൻ്റെ മുന്നോടിയായിട്ടുള്ള ഒന്നാണ്. ക്രിസ്ത്യാനികളെല്ലാം ഡിസംബർ 25 എന്ന് പറഞ്ഞുകൊണ്ട് ആഘോഷിക്കുകയാണ്. അത് സത്യത്തിൽ നിമ്രോദ് എന്ന് പറയുന്ന ഒരു ദേവന്റെ ജനന ദിവസമാണ് ഡിസംബർ 25. അതിനെയാണ് കർത്താവിന്റെ ജനനം എന്ന് പറഞ്ഞുകൊണ്ട് ക്രിസ്ത്യാനികൾ മുഴുവനും ആഘോഷിക്കുന്നത്. അത് തെറ്റാണ്. ദയവ് ചെയ്ത് നിങ്ങൾ ക്രിസ്മസ് ഡിസംബർ 25 ക്രിസ്മസ് ആഘോഷിക്കരുത്. അത് നിമ്രോദ് എന്ന് പറയുന്ന ഈജിപ്ഷ്യൻ ദേവന്റെ ഓർമ്മ ദിനമാണ്, ജന്മദിനമാണ്. അതിൻ്റെ ഓർമ്മയായിട്ടാണ് അവർ ആചരിക്കുന്നത്. അതുപോലെ തന്നെ ഉയർത്തെഴുന്നേൽപ്പ്, ഈസ്റ്റർ എന്ന് പറയുന്ന ഇസ്താർ ദേവതയുടെ പെരുന്നാളാണ്. ഇസ്താർ ദേവതയുടെ ആഘോഷ ദിവസത്തെയാണ് അവരെന്ത് ചെയ്യുന്നത്, അതിനെയാണ് ഉയർത്തെഴുന്നേൽപ്പായിട്ട് അവർ ആഘോഷിക്കുന്നത്. അതുകൊണ്ട് ഇതൊക്കെ നിങ്ങൾ തിരിച്ചറിഞ്ഞ് മനസ്സിലാക്കി ഇതിൽ നിന്നൊക്കെ വിട്ടു നിൽക്കുവിൻ. ഇല്ലെങ്കിൽ നിങ്ങളുടെ പുരോഹിതന്മാരും പാസ്റ്റർമാരെല്ലാം കൂടിച്ചേർന്ന് കുരുടനെ വഴി നടത്തിയാൽ രണ്ടുപേരും പോയി കുഴിയിൽ വീഴുമെന്ന് പറഞ്ഞതുപോലെ നിങ്ങളെ കൊണ്ടുപോയി അവർ വലിയൊരു കുഴിക്കകത്ത് കൊണ്ടുവന്ത് ചെയ്യും, നിങ്ങളെ കൊണ്ട് ഇടും. അവസാനം അവിടുന്ന് രക്ഷപ്പെടാനായിട്ട് ഒരു മാർഗവും ഉണ്ടാകില്ല പ്രിയ സഹോദരങ്ങളെ. അതും കൂടി ആലോചിച്ചാൽ നിങ്ങൾക്ക് കൊള്ളാം. അതുകൊണ്ട് അന്ത്യകാലം അടുത്തിരിക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് കാഹളം കാതുകളിൽ കേട്ടിടാറ. കണ്ടോ, ഇതെല്ലാം ആ ഇസ്രായേലിന്റെ അവശിഷ്ടങ്ങളാണ്. പണ്ട് കാലത്തുള്ള ഈ രാജ്യത്തെ എടുത്തു വെച്ചിട്ടാണ് മുഹമ്മദ് കാമഭ്രാന്തന്റെ കൂട്ടരുടെയും തോമസ് സാമുവേൽ അനു, നാളെ ഞങ്ങളുടെ 15ാമത്തെ വിവാഹ വാർഷികമാണ്. ഞങ്ങൾക്ക് വേണ്ടി പ്രെയർ ചെയ്യാമോ? തോമസ് ബിനി, ദൈവം സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ. എല്ലാവിധ കൃപകളാലും ദൈവം തോമസിനെയും ബിനിയെയും പുതിയ ഒരു വിവാഹ ജീവിതത്തിലേക്കുള്ള ഒരു വിവാഹ വർഷത്തിലേക്ക് അവർ കടക്കുന്നതിൽ അവരെ സന്തോഷത്തോടും സമാധാനത്തോടും കൂടി അവരെ ദൈവം വഴി നടത്തട്ടെ. തോദാബ തോദാ 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 തോദാ. സഹോദരങ്ങളെ, ഭയങ്കര ഒരു ഹാപ്പിനെസ് എൻ്റെ മനസ്സിൽ വല്ലാണ്ട് ഫീൽ ആകുന്നു കേട്ടോ, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം എന്താ പറയുന്നേ, ഇതിനൊക്കെ എന്ത് യോഗ്യത ഉണ്ട് എന്ന് ഞാൻ പലപ്പോഴും ചിന്തിച്ചു പോകാറുണ്ട്. അയ്യോ, ഈ ഇസ്രായേലിൽ ശേഷിപ്പുള്ളവരെ ദൈവം മടക്കി കൊണ്ടുവരുമെന്ന് പറഞ്ഞ തൻ്റെ മക്കളെ മടക്കി കൊണ്ടുവന്ന ആ ശേഷിപ്പിൻ്റെ ബാക്കി പത്രമായിട്ട് കർത്താവ് എന്നെയും ഇവിടെ കൊണ്ടുവന്ന് ഇവിടെ ഞാൻ എന്താ പറയുന്ന ഇതിന് ചുറ്റുമായി ഇങ്ങനെ രാത്രിയും പകലും സഞ്ചരിക്കുവാനും ഇസ്ലാമിൻ്റെ തെരുവീതികളിലൂടെ യാത്ര ചെയ്യുവാനും കർത്താവ് നടന്നുപോയ വഴിത്താരകളിലൂടെ ആ കാൽപാദങ്ങളെ പിന്തുടർന്ന് നടക്കുവാനും ഒക്കെ എൻ്റെ സ്വർഗത്തിലെ അപ്പ എനിക്ക് കൃപ ചെയ്ത കൃപ എത്ര പറഞ്ഞാലും വന്നില്ല. ഈ യഹൂദന്മാരുടെ മുഖം കാണുമ്പോൾ ഒരു എത്തോരം ദൈവ തേജസ്സാണ്. ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ല, യഹൂദന്മാരെന്ന് പറയുന്നത് തന്നെ അവർ ദൂതഗണങ്ങൾക്ക് തുല്യരാണെന്ന് പറഞ്ഞിട്ട്. മനസ്സിലായോ? അവരുടെ ആ മുഖത്തിൽ തന്നെ ഉണ്ട് ആ ഒരു ദൈവ തേജസ് അവരുടെ. അയ്യോ, ഇറ്റ്സ് അമേസിങ്. സിംഹ എം ആണ് വരുന്നത്. SIMH. സിംഹ എന്ന് പറഞ്ഞാൽ സന്തോഷം. അഞ്ചുമോളെ, സത്യമായിട്ടും ഒരു ഡിവൈൻ ഗ്രേസസ് തന്നെ അവരുടെ ഫേസിലുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ അയ്യോ പറഞ്ഞറിയിക്കാൻ വാക്കുകളില്ല യഹൂദന്മാരുടെ. കാരണം ആ തോറ പഠിക്കുമ്പോൾ ഉണ്ടെന്ന് മോശെ റബ്ബേനു 40 ദിവസം ദൈവസന്നിധിയിൽ നിന്നും മടങ്ങി വരുമ്പോൾ മോശയുടെ മുഖം വെട്ടിത്തിളങ്ങിയിട്ട് ലാസ്റ്റ് അവരെന്ത് ചെയ്തു, മോശ ഒരു മൂടുപടം ഇട്ടിട്ടാണ് നടക്കേണ്ടി വന്നത്. കാരണം മോശയുടെ മുഖത്തേക്ക് നോക്കാൻ പറ്റുന്നില്ല, അത്രയ്ക്കും ദൈവ തേജസ് കൊണ്ട് മോശയെ മൂടിയിരുന്നു എന്നാണ്. അങ്ങനെയെങ്കിൽ ഈ 24 hours തോറ പഠിക്കുന്ന യഹൂദന്മാരുടെ മുഖം അപ്പോൾ എത്രത്തോളം പ്രസന്നതയുള്ളതായിരിക്കും. മോശയുടെ അത്രയും പ്രസന്നത ഉണ്ടാകും. കാരണം മോശ ആ തോറയെ നേരിട്ട് കർത്താവിനെ കാണുകയാണ് ചെയ്തത്.
കർത്താവിൻ്റെ ശബ്ദം മാത്രമല്ല, അടുത്തിരുന്ന് കർത്താവിനെ, അപ്പോൾ ദൈവത്തിൻ്റെ വചനം 24 മണിക്കൂറും പഠിച്ചുകൊണ്ടിരിക്കുന്ന കാട്ടൊലിവായ നീ നാട്ടൊലിവാക്കി മാറ്റി താതന്റെ സ്നേഹത്തിനായി നന്ദികൾ ചൊല്ലിടാമേ. അയ്യോ, നാട്ടിലായിരുന്ന സമയത്ത് പ്രിയ സഹോദരങ്ങളെ, ഞാൻ ഈ യഹൂദന്മാരുടെ വീഡിയോകളെല്ലാം ഇരുന്ന് കാണുന്ന സമയത്ത് അവരൊരുമിച്ചിരുന്ന് അവർ നൃത്തം ചെയ്യുന്നതും അവരിങ്ങനെ നടക്കുന്നതും അവർ ഈ ഒരേപോലത്തെ ഡ്രസ്സിട്ട് പോകുന്നതൊക്കെ കാണുമ്പോഴത്തേക്കും എനിക്ക് ഭയങ്കര കൗതുകമായിരുന്നു. അപ്പൻ്റെ മക്കളെ ഒന്ന് കാണാൻ എനിക്ക് പറ്റിയെങ്കിൽ അപ്പച്ചിൻ്റെ മക്കളെ ഒന്ന് കാണാൻ പറ്റിയെങ്കിൽ താപ്പാ കൃപ ഒന്ന് കൃപ എന്ന് പറഞ്ഞിട്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ നടക്കുന്നതും പോകുന്നതും വരുന്നതും ഒക്കെ തന്നെ ആ ഒരു ദൈവിക പ്രസൻസ് നമുക്ക് അവരുടെ വീഡിയോകൾ നിങ്ങൾ യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും. കാരണം അവർ മക്കളാണ് പ്രിയ സഹോദരങ്ങളെ. ക്രിസ്ത്യാനികൾക്ക് ഇത് പലപ്പോഴും തിരിച്ചറിയാൻ കഴിയാതെ പോകുന്ന ഒരു യാഥാർത്ഥ്യമാണ്. ക്രിസ്ത്യാനികൾ മണ്ടന്മാർ സ്വയം അങ്ങ് ന്യായീകരിച്ച് തള്ളിമറിച്ചുള്ള ദൈവകൃപയും കൂടി കന്യാനി സ്ത്രീക്ക് കിട്ടിയതുപോലെയുള്ള അവകാശം പോലും വേണ്ട എന്ന് പറഞ്ഞ് വെച്ചിരിക്കുക. പൊട്ടത്തരം വിളിച്ചു പറഞ്ഞ് യഹൂദന്മാരെ ദൈവം അങ്ങ് തള്ളി, യഹൂദന്മാരെ അങ്ങ് എടുത്ത് കളഞ്ഞു. പിന്നീട് കർത്താവ് നമ്മളെ ആക്കി വെച്ചിരിക്കുന്ന വിവരദോഷികളായ ജനമേ, തള്ളിയ ജനമാണെങ്കിൽ, ദൈവത്തിന് വേണ്ടാത്ത ജനമാണെങ്കിൽ 2000 വർഷം കഴിഞ്ഞിട്ട് 2000 വർഷം കഴിഞ്ഞ് ദൈവം മടക്കി കൊണ്ടുവരണമെങ്കിൽ, അത് ഓർത്ത് മടക്കി കൊണ്ടുവരണമെങ്കിൽ, രാജ്യം മടക്കി കൊടുത്തണമെങ്കിൽ 1967 യുദ്ധം. ഇന്ന് നിങ്ങൾ നോക്കിയേ, ലെബനോണിന്റെ പാളയത്തിനകത്ത് ഭീതി ദൈവം അയച്ചിരിക്കുകയാണ്. ശത്രു പാളയത്തിനകത്ത് ദൈവം എപ്പോഴും ഒരു ഭീതി അയക്കാറുണ്ട്. അത് ദൈവത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. ശത്രുപാളയത്തിനകത്ത് ദൈവം ഭീതി അയച്ചു കൊടുക്കുക എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഇന്ന് ശത്രുക്കൾക്ക് ഫോൺ എടുക്കാൻ പേടിയാ, റേഡിയോ ഓൺ ചെയ്യാൻ പേടിയാണ്. ഇന്ന് ഇലക്ട്രോണിക് സാധനങ്ങൾ കണ്ടാൽ വിറയ്ക്കുകയാണ്. ലെബനോൻ ഭീതിയിലാണ് ഇന്ന്. എപ്പോഴൊക്കെയാ പൊട്ടിത്തെറിക്കുന്നതെന്ന് പോലും അറിയാത്ത രീതിയിൽ അങ്ങനെ ശത്രുപാളയത്തിനകത്ത് ഭീതിയെ കൊടുത്തിട്ട് കർത്താവ് ഇസ്രായേൽ മക്കൾക്ക് വിജയം ഓരോ സെക്കൻഡും ഭയമില്ലാതെ, ചുറ്റും ശത്രു രാജ്യങ്ങൾ പാടകോരി നിൽക്കുന്ന സമയത്തും അതിന്റെ സെന്ററിൽ ദൈവം നിർത്തിയിരിക്കുന്നത്, ദൈവത്തിന്റെ കരം ഇസ്രായേലിൽ നിൽക്കുന്നത് കൊണ്ട് മാത്രമാ. ലോകജാതിയെ കണ്ണു തുറന്നൊന്ന് മനസ്സിലാക്കി ഇസ്രായേൽ ആരാന്ന് പറഞ്ഞുകൊണ്ട്. ദൈവത്തിന്റെ കരം അതിനകത്ത് നിന്നില്ല എന്നുണ്ടെങ്കിൽ ഒരിക്കലും ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തെ വേഗത്തിൽ മുടിച്ചു കളയാൻ സകല ശത്രുക്കൾക്കും കഴിയും. എത്ര വിചാരിച്ചിട്ടും ഇസ്രായേലിനെ തൊടാൻ പറ്റുന്നുണ്ടോ? സകല ശത്രുക്കൾക്കും നടുവിപ്പാർപ്പിച്ചിരിക്കുകയല്ലേ. മിഡിൽ ഈസ്റ്റിലെ ഒറ്റ യഹൂദ രാഷ്ട്രം മാത്രമേ ഉള്ളൂ ലോകത്ത്. മിഡിൽ ഈസ്റ്റിലല്ലല്ലോ, ഒറ്റ യഹൂദ രാഷ്ട്രം മാത്രമേ ഉള്ളൂ. ചുറ്റും മറവികളാ 4 ചുറ്റും മറവികള്. അതും ആജീവനാനന്ദ ശത്രുക്കള്. തൂറാൻ എന്ന് പറയുന്ന പുസ്തകത്തിനകത്ത് എഴുതി വെച്ചിരിക്കുന്നു, യഹൂദനെ കണ്ടെടുത്ത് വെച്ച് കൊന്നുകളയണമെന്ന് പറഞ്ഞുകൊണ്ട്, അവസാനത്തെ യഹൂദനെ വരെ മുടിച്ചു കളയണമെന്ന് പറഞ്ഞ് എഴുതി വെച്ചിരുന്നിട്ടും അത് നിറവേറ്റുവാൻ ഇത്ര കോടി 300 കോടിയുള്ള ഇസ്ലാമിക സമൂഹത്തിന് കഴിയുന്നില്ല. ഇന്നും പല രീതിയിൽ മുടിച്ചു കളയുവാൻ. പല രീതിയിൽ മുടിച്ചു കളയുവാനായിട്ട് ശ്രമിക്കുമ്പോഴും ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തെ തൊടാനായിട്ട് ദൈവത്തിന്റെ കരം ഇരിക്കുന്നത് കൊണ്ടാ അത് തൊടാൻ പറ്റാത്ത. ഇനിയെങ്കിലും നിങ്ങൾ വിശ്വസിക്കുക, ഇസ്രായേലിന്റെ ടെക്നോളജി മാത്രമല്ല, നമ്മുടെ കർത്താവ് വീട് പണിയാതിരുന്നാൽ പണിയുന്നവർ വൃഥ അധ്വാനിക്കുന്നു, ദൈവം പട്ടണം കാക്കാതിരുന്നാൽ കാവൽക്കാർ വൃഥ ജാഗരിക്കുന്നു എന്നാ. ഇസ്രായേലിനെ പരിപാലകൻ മയങ്ങാതെ ഉറങ്ങാതെ ഇസ്രായേലിനെ പരിപാലിക്കുന്നത് കൊണ്ടും കാവല് കാക്കുന്നത് കൊണ്ടും ഇസ്രായേലിനെ തന്റെ ഉള്ളം കയ്യിൽ പിടിച്ചിരിക്കുന്നത് കൊണ്ടും തന്റെ മക്കളെ കൃഷ്ണമണിക്കകത്ത് വെച്ച് കാത്തു പരിപാലിക്കുന്നത് കൊണ്ടാ അവരെ തൊടുന്നവരെ ഞാൻ കൃഷ്ണമണിയെ തൊടുന്നതിന് സമം എന്ന് പറഞ്ഞത് കൊണ്ടാ കർത്താവ് ശത്രുക്കളെ കണ്ടം വഴി ഓടിക്കുന്നതും ഇസ്രായേലിന് ഓരോ ദിവസവും ജയം കൊടുത്ത് മുന്നോട്ട് കൊണ്ടുപോകുന്നതും. אבא, תודה אבא, תודה. אבא, תודה.
മേഴ്സി ജോൺസൺ, തോദ മോത്തിക്, തോദ. തീർച്ചയായിട്ടും ഞാൻ ഭാഗ്യവതി തന്നെയാണ്. ഞാൻ ഇസ്രായേലിൻ്റെ എനിക്ക് ഇപ്പോഴും വാക്കുകൾ കൊണ്ട് വർണ്ണിക്കാനോ ഒന്നും പറ്റാത്ത രീതിയിൽ എൻ്റെ കണ്ണുകൾക്ക് അതിശയവും കൗതുകവുമായിട്ടാണ് ഓരോ കാര്യങ്ങളും മാറുന്നതെന്ന് വേണം പറയാനായിട്ട്. കാരണം ദൈവത്തിൻ്റെ ജനത്തിൻ്റെ ഒപ്പം ജീവിക്കാനും അവരുടെ അവകാശത്തിൻ്റെ ഓഹരിയാകാനും ഒക്കെ ദൈവം എനിക്ക് കൃപ തന്നുവല്ലോ. അതിന് എത്ര നന്ദി പറഞ്ഞാലും മതി വരത്തില്ല പ്രിയ സഹോദരങ്ങളെ. ഈ ആലയം കണ്ടോ, തൂറാന്റെ കക്കൂസിനകത്ത് പാട്ട് മുഴങ്ങുന്നത് കണ്ടോ? തൂറാന്റെ കക്കൂസിനകത്ത് നിന്നും തൂറി വിടുന്നത് കണ്ടോ വൃത്തികെട്ടവന്മാര്? ഇത് ദൈവവചനത്തിൽ എഴുതിയിട്ടുണ്ട്. ഏതാണ്? 2 തെസ്സലോനിക്കർക്ക് എഴുതിയ ലേഖനത്തിൽ വളരെ വ്യക്തമായി തന്നെ എഴുതിയിട്ടുണ്ട്. അവൻ ദേവാലയത്തിൽ ഇരുന്നു കൊണ്ട് ദൈവമെന്നും പൂജാവിഷയമെന്നും സകലത്തിനും മീതെ തന്നെത്താൻ ഉയർത്തുന്ന എതിരാളി അത്രേ. ശത്രുവായിരിക്കുന്നവൻ ദേവാലയം ഇരുന്ന സ്ഥലത്ത് കൊണ്ടുവന്ന് അവന്റെ കക്കൂസ്, അലക്സ എന്ന് പറയുന്ന ഒരു കക്കൂസ് ഇവിടെ പണിഞ്ഞു വെച്ചിട്ട് ആ കക്കൂസിനകത്ത് അവൻ കയറിയിരുന്നിട്ട് ഷമാ ഇസ്രായേലൂ അദോനായ എലോഹിനു അദോനായ ഹാദ് എന്നു വിളിച്ചു പറയുന്ന ശബ്ദം മുഴങ്ങേണ്ട ഇടത്തിരുന്നു കൊണ്ട് തള്ളാഹു മാത്രം കുക്കുംബർ ആണെന്നും തള്ളാഹു ഫക്കർ ആണെന്നും പറഞ്ഞുകൊണ്ട് ഇവിടെ കിടന്ന് വിളിച്ചു പോകുന്നത് കണ്ടില്ലേ പ്രിയ സഹോദരങ്ങളെ? ശത്രു ദൈവവചനത്തിന്റെ നിവൃത്തികൾ കാണും തോറും ഒരു കാര്യം മനസ്സിലാക്കിക്കോ നിങ്ങൾ, കർത്താവിന്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്നു എന്നുള്ളത്. മനസ്സിലായോ? ദൈവവചനം നിങ്ങൾ എല്ലാം പയ്യെ നടക്കുന്നു. ദൈവവചനത്തിന്റെ സത്യങ്ങളെല്ലാം പതുക്കെ, നിങ്ങൾ വിചാരിക്കുന്ന കണക്കൊന്നും കാര്യങ്ങൾ വളരെ സ്പീഡിലൊന്നും അല്ലല്ലോ എന്ന് വിചാരിച്ച് നിങ്ങൾ ചിന്തിച്ചു കഴിഞ്ഞാൽ ദൈവവചനത്തിന്റെ സത്യങ്ങള് പറയുന്നത് പോലെ സംഭവിക്കും എന്നുള്ളത് മനസ്സിലാക്കിക്കോ. ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം അയ്യോ വളരെ ലേറ്റ് ആണല്ലോ, പതുക്കെയാണല്ലോ, ഒന്നും നടക്കുന്നില്ലല്ലോ എന്നൊക്കെ വിചാരിച്ച് നിങ്ങൾ ഭാരപ്പെടുന്നുണ്ടെങ്കിൽ ഒരു കാര്യം മനസ്സിലാക്കിക്കോ. ദൈവവചന സത്യങ്ങൾ നടക്കുക തന്നെ ചെയ്യും. ദൈവവചനം പറഞ്ഞതുപോലെ സംഭവിക്കുക തന്നെ ചെയ്യും പ്രിയ സഹോദരങ്ങളെ. അതിനൊരു മാറ്റവും ഉണ്ടാകാൻ പോണില്ല. കുറച്ച് വെയിറ്റ് ചെയ്യുക, പതുക്കെ സംഭവിക്കും എന്നുള്ളത് തന്നെയാണ്. കാരണം മനുഷ്യർ വിവാഹത്തിന് കൊടുത്തും വിവാഹത്തിന് വാങ്ങിച്ചും റോമാ സാമ്രാജ്യം ഇസ്രായേലിനെ പിടിച്ചടക്കുന്ന സമയത്ത് റോമാ സാമ്രാജ്യം ചെയ്ത പരിപാടി എന്ന് പറയുന്നത് അവർ ഇസ്രായേലിനെ യെരുശലേമിനെ പിടിച്ചടക്കിയിട്ട് ഇവിടെ തീയിട്ടു. യെരുശലേമിനെ ചുട്ടരിച്ചതിന് ശേഷം അവർ കാർഡോ പണിതു, വാണിജ്യ വ്യാപാര കേന്ദ്രം പണിതു. അതിന്റെ തൂണുകളുടെ ഭാഗമാണ് ഈ കാണുന്നതല്ല, നിങ്ങൾ കാണുന്നതൊക്കെ. മനസ്സിലായോ? അവർ പണിത് കാർഡോ എന്ന് പറയുന്ന അയ്യാരുടെ അപ്പനെ എടുത്തോണ്ട് പോയെന്ന് ആരോ. അബ്ദുള്ളക്ക് തന്തയില്ലല്ലോ, അല്ല മുഹമ്മദിന് തന്തയില്ലല്ലോ. അപ്പൊ അയ്യാരുടെയോ തന്തയെ എടുത്തിട്ടാണേ ഞാൻ എന്റെ മുഹമ്മദ് ജീവിക്കുന്നതെന്നാണ് പറയുന്നത്. അയ്യാരോ അപ്പനെ കണ്ട, അയ്യാരുടെയോ ആരുടെയൊക്കെയോ അപ്പനെയാണ് ഞാൻ തന്തയെന്ന് വിളിക്കുന്നതെന്നാണ് ആ പറയുന്നതിന്റെ അർത്ഥം. ഇതാണ് കാർഡോ. കണ്ടോ, കരയുന്നത് കണ്ടോ? അയ്യാരുടെയോ അപ്പനെ മുഹമ്മദിന് തന്തയാക്കി കൊടുത്തേ. അബ്ദുള്ളയാണ് തന്തയെന്ന് നമുക്ക് പറഞ്ഞു വേണമെങ്കിൽ ആശ്വസിക്കാം. കുന്നിൻ ചെരുവിലെ മൂന്തപ്പനെയാണേ. ഇതൊക്കെയാണ് അറബിലെ പറയുന്നത്. നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലെന്നേ ഉള്ളൂ. മനസ്സിലായോ? കുന്നിൻ ചെരുവിലെ ഈന്തപ്പനെയാണേ. ഈ കുന്നിൻ ചെരുവിലെ ഈന്തപ്പനെ ആമിനത്താത്ത 4 വർഷം
വയറ്റിലിട്ടു ദിവ്യഗർഭം. തന്തയെ കണ്ടുപിടിക്കാൻ കൂട്ടക്കരച്ചില്, തന്തയെ കണ്ടുപിടിക്കാൻ. അറബിക്കിലായതുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലായില്ലെന്ന് പറഞ്ഞ് നിങ്ങൾ വിഷമിക്കേണ്ട. ട്രാൻസ്ലേഷനൊക്കെ ഞാൻ ചെയ്തു തരാം നിങ്ങൾക്ക്. നീലി പാട്ട് കേൾക്കുന്നു. അതെ അതെ, തന്തയില്ലാത്ത കുത്തുനബിയാണേ എന്നാ പാടിയത്. കണ്ടോ സഹോദരങ്ങളെ? അയ്യോ, ഒരു ബസ് കൂടി ഓടി വന്നു. നമ്പർ 1 പോയി, അപ്പൊ നമ്പർ 3 വരും. ഒലിവുമല നിൽക്കുന്നൊക്കെ. ഒലിവുമല ഒരുങ്ങിക്കഴിഞ്ഞു പ്രാണപ്രിയൻ പാദം മുത്തുവാൻ. യെരുശലേം എന്ന് പറയുന്നത് എത്ര മനോഹരമായ ഒരു പ്രദേശമാണ് പ്രിയ സഹോദരങ്ങളെ. സൗന്ദര്യത്തിന്റെ പൂർണ്ണതയാണ് യെരുശലേം എന്ന് പറയുന്നത് തന്നെ. കാരണം ആ രാജ്യത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ലോകത്തൊത്തിരി രാജ്യങ്ങളുണ്ട്, ഒത്തിരി ഒക്കെ സ്ഥലങ്ങളുണ്ട്. എങ്കിൽ പോലും യെരുശലേമിന്റെ സൗന്ദര്യം എന്ന് പറയുമ്പോൾ നമ്മുടെ രാജാതിരാജാവിന്റെ നഗരം, അതാണ് യെരുശലേമിന്റെ സൗന്ദര്യം. മനസ്സിലായോ? നമ്മുടെ രാജാതിരാജാവും കർത്താവുമായ യഹോശുവ മശിഹ നടന്ന വീതികൾ, അതാണ് യെരുശലേമിന്റെ സൗന്ദര്യം എന്ന് പറയുന്നത്. കുത്തിന്റെ മക്കളുടെ വീടുകൾ കണ്ടോ? ഇതാണ് കുത്തിന്റെ മക്കളുടെ വീടുകൾ. ഇതുണ്ടോ? ഇതൊക്കെ കുത്തിന്റെ മക്കളുടെ വീടുകളാണ്. പക്ഷെ അതിന്റെ ഇടയിലും ഒരു മകൻ ദാവീദ് കാണാൻ പറ്റുന്നുണ്ട്. 2 മകൻ ദാവീദ് കണ്ടോ? ഇവന്മാരുടെ ഇടയിലും ധൈര്യമായിട്ട് താമസിക്കുന്ന ഇസ്രായേൽ മക്കളെയാണ് നിങ്ങൾ കാണാൻ വരുന്നത്. അതാ പറയുന്നത്, ആ വേരിനോട് ഒട്ടുമ്പോഴാണ് നിങ്ങൾക്കും ആ ധൈര്യം ഉണ്ടാകുന്നത്. ഒട്ടുന്നെങ്കിൽ ആ വേരിൽ കയറി ഒട്ടണം. മനസ്സിലായോ? ഇവന്മാരുടെ ഏരിയക്കകത്ത് കുടുംബങ്ങളെല്ലാം താമസിക്കുന്ന ഏരിയക്കകത്ത് ധൈര്യസമേതം താമസിക്കുന്ന ഇസ്രായേൽ മക്കളെ കണ്ടോ? അവരൊറ്റപ്പെട്ടാണെങ്കിലും അവരവിടെ മകൻ ദാവീദ് വെച്ച് അവരവിടെ താമസിക്കുന്നു എന്ന് വെളിപ്പെടുത്തുന്നത്. ഇതാണ് അവരുടെ ധൈര്യം എന്ന് പറയുന്നത്. ഇസ്രായേൽ മക്കളുടെ ധൈര്യം എന്ന് പറയുന്നത് അതാണ്. അപ്പോൾ നിങ്ങളും നിങ്ങൾ നാട്ടൊലിവിനോട് ചേർക്കപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലായിട്ട് ഈ ധൈര്യം ഉണ്ടായി വരണമല്ലോ. നിങ്ങൾക്കുണ്ടായാൽ മാത്രമേ നിങ്ങൾ ദൈവമക്കൾ എന്ന് പറയുന്നതിൽ അർത്ഥമുള്ളൂ. അല്ലാതെ കാൽ രണ്ടും കിടുകിടകടാ, മുട്ടുകാലുകൾ കുടുകുടുകുടാ എന്ന് പറഞ്ഞ് വിറച്ചിട്ട് കാര്യമില്ല. മനസ്സിലായോ? നിങ്ങളുടെ ബലവും നിങ്ങളുടെ ശക്തിയും യെരുശലേം ദേവാലയവും ഒലിവുമലയും. വാവ്, ഇറ്റ്സ് അമേസിങ്. Ibdu Yetashem Simha Boy Levano Ibdu Yetashem Simha Boy Levano Ibdu Yetashem Simha Boy ഇതിലേക്ക് കൂടി താഴെ, ഇത് ദാവീദിന്റെ നഗരമാണ്. ഇതിലേക്ക് കൂടി താഴെ പോയി കഴിഞ്ഞാൽ ശീലോഹ കുളം നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ ശീലോഹ കുളത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കർത്താവ് കുരുടന് ചേറ് പുരട്ടിയിട്ട് പറഞ്ഞില്ലേ ശീലോഹ കുളത്തിൽ കൊണ്ടുപോയി കഴുകാൻ പറഞ്ഞത്. അയ്യോ, അപ്പൊ ഞാൻ നിൽക്കുന്ന സ്ഥലമെല്ലാം എൻ്റെ അപ്പൻ നടന്നുപോയ വഴിയാണെന്ന് ആലോചിച്ച് നോക്കിയേ. എവിടെ വെച്ചായിരിക്കും ചേറ് പുരട്ടി കൊടുത്തിരിക്കുന്നത്? അവിടെ പോയി കഴുകാന്ന് പറഞ്ഞെങ്കിൽ യെരുശലേം ദേവാലയത്തിന്റെ അടുത്ത് വെച്ചായിരിക്കും കർത്താവ് ചേറ് പുരട്ടി കൊടുത്തത്. എൻ്റെ പൊന്നപ്പേ, നന്ദി അപ്പ, നന്ദി അപ്പച്ചി, നന്ദി അപ്പച്ചി, പുന്നാര മുത്തേ,
തങ്കക്കടമേ, ഞാൻ ഇരിക്കുന്ന സ്ഥലം നോർമലി ഞാൻ ഇരിക്കുന്നത് അവിടെയാണ്. ആ കക്കൂസി തൂറിക്കഴിഞ്ഞപ്പോൾ കണ്ടത് അപ്പുറത്തൊരു കക്കൂസി കിടന്ന് തൂറുന്നുണ്ടോ? ഇവന്മാർക്ക് ഒറ്റയടിക്ക് തൂറി തീർക്കാൻ പറ്റത്തില്ലേ? അവിടെയും ഇവിടെയും എവിടെയെല്ലാം കറങ്ങി കറങ്ങി തൂറുവാണോ? അതായത് ഏത് നേരവും അവൻ്റെ തള്ളാഹുവിനെ ഇങ്ങനെ എന്ത് ചെയ്യണം, വിളിച്ചു കൂവണം, സെക്കൻഡുകൾ വിടാതെ. അതിന് വേണ്ടിയിട്ടാണ് അടുത്തടുത്ത് 1 കിലോമീറ്ററിനകത്ത് ഒരു 10-20 ഉണ്ടാക്കിയിടും. എന്നിട്ട് ഒരുത്തും തൂറി കഴിയുമ്പോഴേ അടുത്തവും തൂറും. അവന്മാർക്ക് ഒരുമിച്ച് തൂറാൻ അറിയത്തില്ല. കണ്ടോ? ഇതിനകത്ത് എന്താ ഒരു സ്ഥലത്തിനകത്ത് ഈ സമയ വ്യത്യാസം വരുന്നത് എങ്ങനെയാ? ഇവർ ഒരു സമയത്ത് പ്രാർത്ഥിക്കണമെന്നല്ലേ ഇവർ പറയുന്നത്? കണ്ടോ? ഇതാണ് മണ്ടന്മാരെന്ന് പറയുന്നത്. ലോകത്തെ മരമണ്ടന്മാരെന്ന് പറയുന്നത്. മാർക്കുമാർക്ക് ഒരു സമയത്ത് എല്ലാവരും ഒരുമിച്ച് ഒരേ സമയത്ത് 5 നേരം നിസ്കാരത്തിന് പ്രത്യേക സമയമുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോൾ 1 കിലോമീറ്റർ ചുറ്റളവിനകത്ത് എങ്ങനെയാണ് ഈ സമയ വ്യത്യാസം വരുന്നേ? ആ വയറിളക്കം അതാ ഇവിടെ തൂറിക്കഴിയുമ്പോൾ അടുത്തത് തൂറുന്നത്. അയ്യോ ירושלים של שם ושל נחושת ושל אור. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, യെരുശലേം എന്ന് പറയുന്ന മനോഹര മണവാട്ടിയായ നഗരത്തിന്റെ, യെരുശലേം നമ്മുടെ അമ്മ എന്നാ പറഞ്ഞിരിക്കുന്നത്. യെരുശലേമിന്റെ മനോഹാരിതയെ എത്ര വർണ്ണിച്ചാലും വാക്കുകൾ കൊണ്ട് വർണ്ണിച്ച് തീരാൻ പറ്റില്ല. അത്രത്തോളം യെരുശലേം എന്ന് പറയുന്ന സൗന്ദര്യത്താലും എല്ലാം കൊണ്ടും അലങ്കരിക്കപ്പെട്ടിരിക്കുകയാണ്. കാരണം യെരുശലേമിന്റെ പാതയോരങ്ങളിൽ നടന്നത് നമ്മുടെ കർത്താവിന്റെ കാൽപാദങ്ങളാണ് ഇതിനകത്ത് പതിഞ്ഞത് മുൻ. അതുകൊണ്ടാണ് അതിന് ഇത്ര സൗന്ദര്യം. ഇപ്പോൾ ഇവിടുത്തെ സമയം എന്ന് പറയുന്നത് 8:15. എന്തായാലും ഇന്നത്തെ ദിവസത്തിനൊരു വല്ലാത്ത സംതൃപ്തിയുണ്ട്. ഞാൻ ഇവിടെ വന്നിരിക്കട്ടെ. ഈ സ്ഥലത്തിനൊരു പ്രത്യേകത ഇതുണ്ടോ? ഞാൻ ആദ്യമായി യാക്കോവിനോട് ഇവിടെ ഇരുന്നിട്ടാണ് സംസാരിക്കുന്നത്. ഇപ്പം ഇവിടെ ഈ കമ്പിയൊക്കെ ഇങ്ങനെ പണിതിട്ടുണ്ട്. മുമ്പ് കമ്പിയൊന്നും പണിതിട്ടില്ലായിരുന്നു, ചുമ്മാ ഇരിക്കാമായിരുന്നു. അങ്ങനെ ഇവിടെ ഇരുന്നാണ് ഞാൻ യാക്കോവിനോട് ആദ്യമായി സംസാരിക്കുന്നത്. അങ്ങനെ ഏറ്റവും മനോഹാരിതയേറിയ ഒരു നിമിഷമാണ് ഈ പ്ലേസ്. അതുകൊണ്ട് ഈ സ്ഥലത്തിന് വലിയതൊരു ഈസ് ഇറ്റ് കോൾഡ് നൗ ദെയർ? അതെ, ചെറുതായിട്ട് തണുപ്പ് തുടങ്ങിയിട്ടുണ്ട്. ഇനിയുള്ള നാളുകളിൽ തണുപ്പ് കൂടുതലായിരിക്കും. ഇവിടെ പൂർണ്ണചന്ദ്രനെ കാണാമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചന്ദ്രൻ, ശരിയാണല്ലോ, നിങ്ങൾക്ക് ചന്ദ്രനെ കാണിച്ചു തരാം. വാ കണ്ടോ? ചന്ദ്രനെ കണ്ടോ? ചന്ദ്രനുദിക്കുന്ന ദിക്കിൽ ഒരു മഴവിൽ നിൽക്കുന്നത് പോലെ ചന്ദ്രൻ ഇങ്ങനെ നിൽക്കുന്നു. അവൾ നിങ്ങൾക്ക് പൂർണ്ണചന്ദ്രനെ കാണാൻ പറ്റും. യെരുശലേം നഗരത്തിൽ പൂർണ്ണചന്ദ്രൻ. എത്ര മനോഹരമായിരിക്കുന്നു. ആക്ച്വലി ദ മൂൺ ഈസ് ബ്യൂട്ടിഫുൾ ഹിയർ ടു. അതെ, ബാംഗ്ലൂരിലും മൂൺ നല്ല രസമല്ലേ? നമ്മുടെ നാട്ടിലെ വീട്ടിലെ ബാൽക്കണിയിൽ ഇരുന്നു കൊണ്ട് മൂൺ നോക്കിക്കഴിഞ്ഞാൽ അത് കുറച്ചുകൂടി രസമാണ്. കാരണം ബാൽക്കണിയിലെ കളർ വന്നിട്ട് ഒരു ബ്രൗണിഷ് കളറാണ്. അതുകൊണ്ട് തന്നെ ആ ബ്രൗണിഷ് കളറിന് കൂടെ ഈ മിക്സ് ചെയ്ത് ഈ കളർ ഇങ്ങനെ വരുമ്പോഴത്തേക്കും അയ്യോ നല്ലൊരു ഫീലാണ്. അങ്ങനെ ഈ സ്ഥലത്തിന് അങ്ങനത്തെ മനോഹാരിതയേറിയ ഒരു പ്ലേസാണ്. ജീവിതത്തിൽ മറക്കില്ല. എൻ്റെ ബസ് വന്നിട്ടുണ്ട്. ഞാൻ ബസ്സിലേക്ക് കയറാനായിട്ട് يبدو يتشمس toda
കയറി. ബസ്സിൽ ഫുള്ള് മാറായിരിക്കും. അപ്പം സഹോദരങ്ങളെ, ഞാൻ ബസ്സിൽ കയറിയിട്ടുണ്ട്. കാരണം ഞാൻ ഡ്യൂട്ടിയുടെ ഇടയിലാണ് ഞാൻ ജസ്റ്റ് വിലാമത്തിലോട്ട് വന്നത്. എനിക്ക് രാത്രി 12 മണിയാകുമ്പോഴത്തേക്ക് രഞ്ജിനി ബാബു. അയ്യോ രഞ്ജിനി ബാബു, ഞാനും കുറേ സ്വപ്നം കണ്ടിട്ടുണ്ട്. രഞ്ജിനി ബാബു, സ്വപ്നങ്ങൾ മാത്രമേ ജീവിതത്തിൽ റെജി വർഗീസ് വീട്ടിലെപ്പോൾ എത്തും? ഞാനിപ്പോൾ വീട്ടിൽ ഇപ്പോൾ ഇതെന്താ വെള്ളം വീഴുന്ന? ഇത് ബസ്സിന് ഓർക്കെ ദീപൂതി തുത. അപ്പോൾ നമ്മൾ യെരുശലേമിൻ്റെ നഗരത്തിലൂടെ നമ്മൾ പോവുകയാണ്. യെരുശലേം ഒരു ഭംഗിയേറിയ നഗരമാണ്. രാത്രി കാഴ്ച നിങ്ങൾക്ക് ഇങ്ങനെ കാണാൻ പറ്റുമെന്ന് എനിക്ക് അറിയത്തില്ല. കുറച്ച് ഫാസ്റ്റായിട്ടേ വണ്ടി ഇന്ന് പോകുന്നില്ല. ഞാൻ ദാവീദിന്റെ കല്ലറയും പട്ടണവും ഒക്കെ കടന്നു പോകുന്നുണ്ട്. ഇത് വന്നിട്ട് നമ്മുടെ ദാവീദിന്റെ കല്ലറയും അതിൻ്റെ പരിസര പ്രദേശവുമാണ്. ലെഫ്റ്റ് സൈഡ് എനിക്ക് കാണിക്കാൻ പറ്റിയില്ല. കാരണം ലെഫ്റ്റ് സൈഡ് എന്ന് പറയുന്നത് നമുക്ക് ബെൻ ഗിന്നോൺ താഴ്വരയാണ്. ബെൻ ഗിന്നോൺ താഴ്വര ലെഫ്റ്റ്. എന്തായാലും ഒത്തിരി സന്തോഷം നിങ്ങളെ ഇങ്ങനെ രാത്രിയിലാണെങ്കിലും ഈ യാത്രകളിൽ കൊണ്ടുപോയി കാണിച്ചു തരാൻ എനിക്ക് പറ്റുന്നു എന്ന് പറയുമ്പോൾ തന്നെ തീർച്ചയായിട്ടും ഇസ്രായേലിലേക്ക് ദൈവം കൊണ്ടെത്തിക്കട്ടെ. സന്തോഷത്തോടു കൂടി ഇവിടെ ഇരുട്ട് ട്രാഫിക്കിൽ ഞാൻ ബ്ലോക്കിലാണ്. ഇവിടുത്തെ സമയം ഇപ്പം എത്ര മണിയെന്ന് വെച്ച് കഴിഞ്ഞാൽ 8:30 ഈ കല്ലുകൾ കണ്ടോ ഇസ്രായേലിന്റെ? ഒരു ട്രാഫിക്കാണ്. താഴ്വര അപ്പുറത്തെ സൈഡ് ഭയങ്കര താഴ്വരയാണ്. ഞാൻ
അപ്പനെ എന്താ പറയുന്നത്, ദൈവിക സാന്നിധ്യം അനുഭവിക്കുവാനും എല്ലാം ദൈവം കൃപ ചെയ്തതിന് എത്ര നന്ദി പറഞ്ഞാലും മതി വരത്തില്ല. എന്ത് യോഗ്യത ഉണ്ടായിട്ടാണ് ഇത്രയൊക്കെ ദൈവം സ്നേഹിക്കുന്നതെന്ന് എനിക്ക് തന്നെ ഒരു എത്തുപിടി ഇല്ല. പ്രിയ സഹോദരങ്ങളെ, ഓർക്കുമ്പോൾ കണ്ണ് നിറയുന്നു, അത്ര മാത്രമേ ഉള്ളൂ. കാരണം എന്തായാലും ഒത്തിരി സന്തോഷം നിങ്ങളെയൊക്കെ ഇന്ന് ലൈവിൽ കൊണ്ടുവന്ന് വിലാപം അതിൽ കാണിച്ചു തരാനും ഒക്കെ പറ്റിയതിന് ഒത്തിരി സന്തോഷം. ദൈവം അതിനുള്ള കൃപ തന്നു. നാളെ ഞാൻ പരമാവധി നോക്കട്ടെ. നാളെ എനിക്ക് ഉച്ചയ്ക്ക് ശേഷം ഡ്യൂട്ടി ഇല്ല. അപ്പം ഉച്ചയ്ക്ക് ശേഷം പറ്റുമെങ്കിൽ ഞാൻ വിലാപത്തിൽ വരാം. കുറച്ച് നേരം വിലാപത്തിൻ്റെ കൈകളിലൂടെ നിങ്ങളുടെ പേരുകളൊക്കെ പേപ്പറിനകത്ത് എഴുതി കൊണ്ട് വെക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. നോക്കട്ടെ, അത് ചെയ്യാൻ പറ്റുമെങ്കിൽ ഞാൻ പേപ്പറിനകത്ത് എഴുതി വിലാപമതിലിൽ കൊണ്ടുപോയി എൻ്റെ കയ്യിൽ കിട്ടിയിട്ടുള്ള പേരുകളെല്ലാം തന്നെ ഞാൻ പേപ്പറിൽ എഴുതി വിലാപമതിലിൽ അവിടെ ഞാൻ വെക്കാം. നിങ്ങളുടെ പേര് വിളിക്കുന്നേരം കാണും, പേര് വിളിക്കുന്നേരം കാണും, പേര് വിളിക്കുന്നേരം കാണും, പേര് വിളിക്കുന്നേരം കാണും പേരും. അതുകൊണ്ട് എന്തായാലും നിങ്ങളുടെ പേരുകൾ, എൻ്റെ കയ്യിലുള്ള പേരുകൾ, അല്ലാതെയുള്ള എനിക്ക് പേരുകൾ എൻ്റെ കയ്യിലില്ല. ഇപ്പോൾ തൽക്കാലം എൻ്റെ കയ്യിലുള്ള കുറേ പേരുകളുണ്ട്. ആ പേരുകളെല്ലാം തന്നെ വിലാപമതിലിൽ കൊണ്ടുപോയി വെക്കാം. കർത്തൃകാകളം യുഗാന്ത്യകാലത്തിൽ ധ്വനിക്കുമ്പോൾ നിത്യമാം പ്രഭാതത്തിൽ പാർത്തലെ രക്ഷിക്കപ്പെട്ടൊരക്കരെ കുടിയാണ് പേർ വിളിക്കുന്നേരം കാണും എൻ പേരും. പേർ വിളി നമ്മുടെ കോട്ടമതിലാണ് ആ കാണുന്നത് മേളിലൂടെ. പേർ വിളിക്കുന്നേരം കാണും, പേർ വിളിക്കുന്നേരം കാണും, പേർ വിളിക്കുന്നേരം കാണും, പേർ വിളിക്കുന്നേരം കാണും എൻ പേരും. അയ്യോ, ഇതൊക്കെ കാണുന്ന സമയത്ത് എന്ത് ഭാഗ്യം ചെയ്തു എന്ന് ഞാൻ ചിന്തിക്കാറുണ്ട് പ്രിയ സഹോദരങ്ങളെ. പേർ വിളി അനു ജോർജ്, തീർച്ചയായിട്ടും ഞാൻ ജെസ്സി ഡേവിസ്. അയ്യോ, ഇതൊക്കെ ഓർത്തിരിക്കാൻ പാടാണല്ലോ. ഞാൻ കുറച്ച് പേരുടെ പേരുകളൊക്കെ ഓൾറെഡി എനിക്ക് കിട്ടിയിട്ടുള്ള പേരുകളെല്ലാം ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. ഞാൻ ആ പേരുകളെല്ലാം തന്നെ എഴുതി വിലാപമതിലിൽ വെക്കാം നാളെ. അഥവാ ബൈ ചാൻസ് നിങ്ങൾക്ക് കുറച്ച് പേരുകൾ സ്ക്രീൻഷോട്ട് ഇപ്പോൾ എടുക്കാൻ പറ്റുമോ നോക്കട്ടെ. ഓക്കെ, ഞാനിപ്പോൾ കുറച്ച് പേരുടെ പേരുകൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ടുണ്ട്. ഇതും വേണമെങ്കിൽ ഞാൻ എഴുതി വെക്കാം. ബെന്നി മാത്യു, ബിനോയ് PM, അനിൽ ജോൺ, എൻ്റെ പേരും എഴുതി വെക്കണേ. ഞാൻ നിങ്ങൾ പേര് എഴുതി വയ്ക്കുമ്പോൾ ഞാൻ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അത് നമ്മളൊരു ടണലിലൂടെ പോയിക്കൊണ്ടിരിക്കുക. ഞാൻ സ്ക്രീൻഷോട്ട്, ഇതൊരു ടണലാണ്, വണ്ടി പറന്നു പോവും. തോത 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 ആവ തോദറ. ഞാൻ സ്ക്രീൻഷോട്ട് എടുക്കുന്നുണ്ട് പേര് പറയുന്നവരുടെ. ഞാൻ അവരുടെ പേരും കൂടി എഴുതി വെക്കാം. ഓക്കെ, എന്തായാലും നിങ്ങൾ ആവശ്യപ്പെടുന്ന പേരുകൾ തീർച്ചയായിട്ടും ഞാൻ നാളെ ഇന്ന് കുത്തിയിരുന്ന് കഷ്ടപ്പെട്ടാണെങ്കിൽ ഞാൻ ഇന്ന് പോയിരുന്ന് ഞാൻ പേരുകളൊക്കെ രാത്രിയിൽ തന്നെ പേപ്പറിനകത്ത് ആക്കി എഴുതിയിട്ട്
നാളെ ഷീബ ജോണി മറക്കില്ല, എൻ്റെ മോൻ്റെ പേര് വിഷ്ണു. തീർച്ചയായിട്ടും ഞാൻ ഇപ്പം സ്ക്രീൻഷോട്ട് എടുക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഞാൻ പേര് എന്തായാലും ഇപ്പം കുറച്ച് പേരുടെ പേരുകളൊക്കെ ഞാൻ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. ഉറപ്പായിട്ട് നിങ്ങളുടെ പേരുകളും കൂടി ഞാൻ എഴുതി വെക്കുന്നതായിരിക്കും. അല്ലാതെ തന്നെ എൻ്റെ കയ്യിൽ കുറേ പേരുകളുണ്ട്. ലോഡ്സൺ ജോസഫ്. ഓക്കെ, ഞാൻ സ്ക്രീൻഷോട്ട് എടുക്കാം, കാരണം സ്ക്രീൻഷോട്ട് എടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പം ഇതിൽ നിന്ന് ഞാൻ എഴുതി വെക്കണം. നന്ദകുമാർ പി നായർ, തീർച്ചയായിട്ടും ഞാൻ എഴുതി വെക്കാം. മൈക്കിൾ ജോസഫ്. ഞാൻ നാളെ ലൈവ് വരും. അതിൽ നിങ്ങളുടെ പേരുകളൊക്കെ എഴുതിക്കൊണ്ട് ഞാൻ വെക്കുന്ന സമയത്ത് ഞാൻ ലൈവ് വരാം. അനീഷ് പാപ്പന്റെ പേരൊക്കെ ഉണ്ട്. എല്ലാ പേരുകളും ഞാൻ എഴുതി. അഞ്ചുകുട്ടി, ഷേർലി വർഗീസ്, വരുന്ന പേരുകളൊക്കെ ഞാൻ സ്ക്രീൻഷോട്ട് ചെയ്യുന്നുണ്ട്. സ്ക്രീൻഷോട്ട് പുതിയ പേരുകളുണ്ടെങ്കിൽ ഞാൻ സ്ക്രീൻഷോട്ട് ചെയ്യുന്നുണ്ട്. ആ പേരുകളും കൂടി ഞാൻ എഴുതി വെച്ചിട്ട് ഉറപ്പായിട്ടും നിങ്ങളുടെ പേരും കൂടി ഇന്ന് ആ പേപ്പറിനകത്ത് എഴുതി നാളെ വിലാമതിൽ കൊണ്ട് ഞാൻ വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ തന്നെ നിങ്ങളുടെ പേരിരിക്കുമല്ലോ. ഒന്ന് ആലോചിച്ച് വെക്കുക, നിങ്ങളില്ലെങ്കിൽ നിങ്ങളുടെ പേരുകൾ അവിടെ ഇരിക്കുന്നത് തന്നെ എന്താ പറയുന്നത്, ഒരു അനുഗ്രഹമല്ലേ. രസ്ന ഫ്രാൻസിന്റെ പേരൊക്കെ ഉണ്ട്. രസ്നയുടെ പേരൊക്കെ നാൻസി തങ്കം തോതാറവ. ചക്കരേ തങ്കമേ. ഓക്കെ, ഞാൻ സ്ക്രീൻഷോട്ട് എടുക്കാവേ. കുറച്ചുപേരുടെ പേര് കൂടി എക്സ്ട്രാ വരുന്നുണ്ട്. ഞാൻ അവരുടെയൊക്കെ പേരുകൾ കൂടി ജിഷ, ഷറൂൺ, രാജീവ്, ഷെറിൻ, അയറിൻ. ഞാൻ സതീഷ് ജോസ്, ഞാൻ പേരുകൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ടുണ്ട്, വിഷമിക്കണ്ട. നിങ്ങളുടെയൊക്കെ പേരുകൾ ഞാൻ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. അശ്വതിയുടെയൊക്കെ പേരുകൾ എൻ്റെ കയ്യിലുണ്ട്. മിനി ജോസിന്റെ പേരൊന്ന് ഞാൻ സ്ക്രീൻഷോട്ട് എടുക്കട്ടെ. മേരി റൂബൻ, എൻ്റെ പേര് വെക്കണേ. ബെന്നി മാത്യു, ഞാൻ തീർച്ചയായിട്ടും വെക്കാം. ലക്ഷ്മി പ്രദീപ്. ലക്ഷ്മി പ്രദീപ് എഴുതിയ പേരുകൾ ഏതൊക്കെ പേരുകളാണ് ലക്ഷ്മി എഴുതിയത്? ഇപ്പം എൻ്റെ കയ്യിൽ എന്തായാലും ഓർമ്മയില്ല ലക്ഷ്മി. ഉള്ള പേരുകൾ ഞാൻ തീർച്ചയായിട്ടും എനിക്കിപ്പം സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഉള്ള പേരുകൾ ഞാൻ സ്ക്രീൻഷോട്ട് എടുക്കുന്നുണ്ട്. അജിത്ത് കൊല്ലം, തീർച്ചയായിട്ടും. ഇനി ആരാണ്? റാണി അനി, അനൂപ് പിടിശ്ശേരി, അനു ജോർജ്, ബിനോയ്. ഞാൻ എഴുതാം. ഞാൻ സ്ക്രീൻഷോട്ട് എടുത്തു. ഷിബി മോളെ ഉണ്ട്, പേരൊക്കെ ഉണ്ട്. ഷിബിയുടെ ഒക്കെ പേരുണ്ട്. പ്രമീള രാധാകൃഷ്ണൻ. ഓക്കെ, സിൽവസ്റ്റർ. എത്ര സ്ക്രീൻഷോട്ടാണോ എടുത്തോണ്ടിരിക്കുന്നത്? ഓരോ പേരുകൾ വരുന്തോറും ഓരോ സ്ക്രീൻഷോട്ട് ഞാൻ എടുത്തോണ്ടിരിക്കുക. മേഴ്സി മെജോ. സൗകര്യങ്ങൾ ഞാൻ ഉറപ്പായിട്ടും നിങ്ങളുടെ പേരുകൾ
വിലാമതിൽ കൊണ്ട് വെക്കുന്നതായിരിക്കും. ഞാൻ ഇന്ന് കുത്തിയിരുന്ന് നിങ്ങളുടെ പേരൊക്കെ ഒരു പേപ്പറിനകത്ത് എഴുതി. ലക്ഷ്മി പ്രദീപ് കുറേ സ്ക്രീൻഷോട്ട് ആയി ഇപ്പൊ തന്നെ. സുമേഷ് മൈക്കൽ ജോസഫ്, ആ മണ്ണിൽ നിന്ന് ചുംബിക്കണം, അതാണ് ആഗ്രഹം. ഷലോമി, ദീപ സജിത്ത്, സജി സാഗർ, തീർച്ചയായിട്ടും ദൈവം അതിനുള്ള കൃപ തരട്ടെ. ഞാൻ 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 സ്ക്രീൻഷോട്ട് എടുത്തോണ്ടേ ഇരിക്കുമോ നിങ്ങളുടെ പേരുകൾ, വരുന്ന പേരുകൾ. നിങ്ങൾ ക്ഷമിക്കണ്ട, നിങ്ങളുടെ പേരുകൾ ഞാൻ വിട്ടുപോകുന്നില്ല. ലൈവിൽ ഉള്ളവരുടെ പേരുകൾ ഞാൻ സ്ക്രീൻഷോട്ട് എടുത്തിട്ടുണ്ട്. അതെന്തായാലും എഴുതി വെച്ച് ഞാൻ കൊണ്ടുപോയി വിലാമതി നാളെ തന്നെ കൊണ്ടുപോയി നിങ്ങളുടെ പേരുകളെല്ലാം തന്നെ ഞാൻ വെക്കാം. അത് നിങ്ങൾക്ക് എന്താ പറയുന്നത്, അപ്പൻ്റെ ആലയത്തിൻ്റെ ഭാഗമായിരിക്കുന്ന 3000 വർഷം പഴക്കമുള്ള എന്താ പറയുന്നത് 3000 വർഷം പഴക്കമുള്ള ആലയത്തിൻ്റെ മതിലകത്തിനകത്ത് നിങ്ങളുടെയും പേരുകൾ ചേർക്കപ്പെടേണ്ടതിനെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയാം. അതിനുള്ള കൃപ ദൈവം എനിക്ക് തരട്ടെ. ഞാൻ അത് എങ്ങനെയെങ്കിലും, കാരണം അതിൽ കവിഞ്ഞൊരു ഭാഗ്യം ഇല്ല പ്രിയ സഹോദരങ്ങളെ. ആ പേരുകൾ അവിടെ ഇരിക്കും തോറും നിങ്ങൾക്ക് അത്രത്തോളം എന്ത് ചെയ്യും, ആ പേരുകൾ നിങ്ങൾക്ക് ബ്ലെസ്സിങ് ആയിട്ട് മാറും. കാരണം നിങ്ങളുടെ പേരുകൾ ആലയത്തിനോട് ചേർന്നായിരിക്കുന്നത്. മനസ്സിലാകുന്നുണ്ടോ? പുതുതായിട്ട് പേര് എഴുതുന്നവർ എഴുതിക്കോ. ഞാൻ സ്ക്രീൻഷോട്ട് എടുത്തെടുത്ത് വെക്കുന്നുണ്ട് നിങ്ങളുടെ പേരുകളെല്ലാം തന്നെ. ഞാൻ ദിവാന, ദാവീദ്, ബീന, സാലി ബീവി. സാലി ബീവി ചേച്ചിയുടെയൊക്കെ ഞാൻ എഴുതിയിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. പക്ഷെ ഇങ്ങനത്തെ ഒരു പേര് ഞാൻ കണ്ടിട്ടില്ലല്ലോ, ദിവാന, ദാവീദ്, ബീന എന്ന് പറഞ്ഞിട്ട്. സാലി ചേച്ചി 2 പേരെ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ, റോയും മാമ. ലക്ഷ്മി പ്രദീപ് ഞാൻ എഴുതി. ലക്ഷ്മി പ്രദീപ് തീർച്ചയായിട്ടും ഈ സമയത്ത് ലൈവ് വരാൻ പറ്റിയത്. ഷൈനി, റെനി ഒക്കെ. ജൂലി ജിജി ഞാൻ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്, ജൂലി ജിജിയുടെയൊക്കെ. ഞാനിപ്പോൾ ആരൊക്കെയാണോ കമന്റ് ഇട്ട് പേരുകൾ തരുന്നത് അവരുടെയൊക്കെ പേരുകൾ ഞാൻ സ്ക്രീൻഷോട്ട് എടുക്കുന്നുണ്ട്. അത് ഞാൻ പിന്നീട് പോയിട്ട് ഒരു പേപ്പറിനകത്ത് എഴുതിയിട്ട് ഞാൻ എന്ത് ചെയ്യും, അത് വിലാമതിൽ ഞാൻ പേരുകൾ എഴുതുന്ന കൂട്ടത്തിൽ എഴുതിയിട്ട് വിലാമതിൽ കൊണ്ടുപോയി നിങ്ങളുടെ പേരുകൾ വയ്ക്കാം. ഓക്കെ, ഉറപ്പായിട്ടും ഞാൻ വെച്ചു. നന്ദകുമാർ പി നായർ, തീർച്ചയായിട്ടും അതിലകത്തിരിക്കുമ്പോൾ കർത്താവിന്റെ കയ്യിലിരിക്കുന്ന അപ്പന്റെ കയ്യിലിരിക്കുന്നതിന് തുല്യം തന്നെയാണ്. ഷിജിൻ ജെ ജോൺസൺ, തീർച്ചയായിട്ടും ഞാൻ. ദീപ സജിത്ത്, ആരാധ്യൻ, ആര്യൻ ഞാൻ എഴുതിയിട്ടുണ്ട്, ഞാൻ സ്ക്രീൻഷോട്ട് എടുത്തിട്ടുണ്ട്, ടെൻഷൻ അടിക്കണ്ട. ജിഷ ജോൺ, ഓക്കെ, സ്ക്രീൻഷോട്ട് എടുത്തു. എത്ര സ്ക്രീൻഷോട്ടാണ് നോക്കിക്കൊണ്ടേ ഞാൻ എടുക്കുന്നത്. കാരണം ഓരോ പേര് വരുന്നവരും അത് ഓടിപ്പോകാതിരിക്കാൻ വേണ്ടി ഓരോ സ്ക്രീൻഷോട്ട് എടുത്തുകൊണ്ടേ ഇരിക്കണം. അന്നമ്മ ജൂലിയ, അനീഷ് പി കെ ഡി, മധു നായർ ഞാൻ സ്ക്രീൻഷോട്ട് എടുത്തിട്ടുണ്ട്. ഷീബ ജോണി, മറക്കില്ല, ഞാൻ പേര് എഴുതിയിട്ടുണ്ട്, സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ പേര് എഴുതുമ്പോഴത്തേക്കും ആ പേരും കൂടി എഴുതി ഞാൻ ഉറപ്പായിട്ടും ചെയ്തിരിക്കും. ബിന്ദിയ ഡൊമിനിക്ക് ഞാൻ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. തെരേസ ജോർജ്, സാരി ചേച്ചിക്ക് ഓക്കെ.
ഏകദേശപ്പെട്ടവരുടെയും പേരുകൾ കിട്ടിക്കഴിഞ്ഞു. ബിജിത മുൾച്ചാക്കോ, ഓക്കെ ഓക്കെ ഓക്കെ. ഇതെല്ലാം കുത്തിയിരുന്ന് ഇനി ഞാൻ എഴുതണം ഈ പേരുകളെല്ലാം. ചേച്ചി, എൻ്റെ പേര് ആബേൽ എന്നാണ്. എന്തെങ്കിലും തെറ്റാണ് ക്ഷമിക്കുക, ഞാൻ പഠിച്ച തമിഴാണോ എനിക്ക് ചേച്ചി. ആബേൽ തീർച്ചയായിട്ടും. ആബേൽ നല്ല പേര് കേട്ടോ. ഇനി ആരുടെ പേര്? രഞ്ജിത്ത് ബാബു. ഒരു മിനിറ്റ്, ഞാൻ സ്ക്രീൻഷോട്ട് എടുക്കട്ടെ. ജോമോൻ KG. ഓക്കെ. നാൻസി, അതെ അതെ, ഇന്ത്യയിൽ നിന്ന് ഇസ്രായേലിലേക്ക് ഒരു അംബാസിഡറിനെ പോലെ ട്രാവൽ ചെയ്യുകയാണ് പേരുകൾ. ഏകദേശപ്പെട്ട ഓക്കെ. അപ്പോൾ സഹോദരങ്ങളെ, ഞാൻ ഏകദേശപ്പെട്ടവരുടെ പേരുകൾ ഞാൻ എഴുതിയിട്ടുണ്ട്. ഓക്കെ. ഞാനപ്പം ഇന്ന് തന്നെ ഇനി രാത്രിയിൽ കുത്തിയിരുന്ന് നിങ്ങളുടെയൊക്കെ പേരുകളൊരു പേപ്പറിലാക്കി എഴുതണം. എഴുതിയിട്ട് നാളെ ഞാൻ ഉച്ച കഴിഞ്ഞിട്ട്, കാരണം എൻ്റെ ഡ്യൂട്ടി ഉച്ചയ്ക്ക് ശേഷം തീരും. അപ്പോൾ ഉറപ്പായിട്ട് ഞാൻ വിലാമതിൽ പോകാൻ, വീട്ടിലെ പാചകമൊക്കെ ഞാൻ ഓൾറെഡി ഇന്നലെ ചെയ്ത് വെച്ചതുകൊണ്ട് ഇന്ന് നാളത്തേക്ക് പാചകം വേണ്ടി വരില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് വിലാമതിൽ പോകാൻ സമയമുണ്ട്. അതുകൊണ്ട് ഞാൻ ഓക്കെ, നിങ്ങളുടെ പേരുകൾ ആ മതിലിനോട് പറ്റിയിരിക്കട്ടെ. അപ്പൻ്റെ മാറിടത്തിൽ ഇങ്ങനെ ചാനിരിക്കുന്നത് പോലെ നിങ്ങളുടെ പേരുകൾ അവിടെ ഇരിക്കട്ടെ. ആ പേരുകൾ അവിടെ ഇരിക്കുന്നു എന്ന് നിങ്ങൾ ചിന്തിക്കും തോറും നിങ്ങളുടെ പോസിറ്റീവ് നിങ്ങൾക്ക് വൈബ് ഉണ്ടായി വരും. മനസ്സിലായോ? എനിക്ക് പൂ മേടിക്കണമെന്നുണ്ടായിരുന്നു. മുടി കാറ്റിൽ പറന്ന് പറന്ന് ഓടുന്നത് കൊണ്ടേ നോക്കട്ടെ, ഇങ്ങനെ വെച്ചാൽ കൊള്ളാവോ? കൊള്ളത്തിലല്ലേ? കൊള്ളാം. എനിക്ക് തൂക്കിയിടുന്നതാണ് ഭംഗി തോന്നുന്നു. കൊള്ളാവോ? കൊള്ളത്തിലല്ലേ? ഇതൊക്കെ എനിക്ക് ഇങ്ങനെ കിടക്കുന്ന ഞാൻ ഭംഗിയെന്ന് തോന്നുന്നു. മൈ മൗഗ്ലി, യാക്കോബ് പറയുന്ന കണക്ക് മൈ മൗഗ്ലി ഷെല്ലി ഹമൂദ ഷെല്ലി. മൗഗ്ലിയാ കൊള്ളാവുന്ന. കൊച്ചു പിള്ളേരുടെ ഒരു സാധനമുണ്ട്. ഇതൊന്നും അത്ര മാച്ച് ആകുന്നില്ല. പക്ഷെ എന്ത് ചെയ്യാനാ, എനിക്കത്ര മാച്ച് ആകുന്നു.
Yibdu yetteşeme simko boy boyle. കൊള്ളൂല, ഈ മൗഗ്ലി തന്നെ കൊള്ളാം. വേണ്ട, മൗഗ്ലിക്ക് മൗഗ്ലി തന്നെയാണ് ഭംഗി. കനം കുറഞ്ഞെടുക്കാനായിട്ടും കനം കുറഞ്ഞെടുത്തിട്ടും അത് വെച്ചിട്ടൊരു ഭംഗിയില്ല, എനിക്ക് തോന്നുന്നില്ല. കനം കുറഞ്ഞതൊക്കെ ഞാൻ നോക്കി. മൗഗ്ലി തന്നെ കൊള്ളാം, മതി, മൗഗ്ലി തന്നെ നല്ലത്. കൊള്ളാം ചേച്ചി, കൊള്ളാവോ? അയ്യോ, എന്നാലും എൻ്റെ ബീസിലെ എവിടെയാണ്? ബീസിലെ എൻ്റെ ബീസിൽ നോക്കും. ഇസ്രായേലിൻ്റെ ഒരു പ്രത്യേകതരം ഫുഡാണ് ഹമീൻ എന്ന് പറയുന്നത്. ഇതാണ് ഹമീൻ എന്ന് പറയുന്നത്. ഇസ്രായേലിൻ്റെ ഒരു പ്രത്യേകതരം ഫുഡാണ്. ഞാൻ സ്പെഷ്യല് ഒരു ഷോപ്പില് يبدو يتشمس بوي لفنا നിങ്ങൾക്ക് ഇസ്രായേലിലൂടെ ഇങ്ങനെ ലൈവിൽ നടക്കാൻ പറ്റുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടായിരുന്നോ? സഹോദരങ്ങൾ, ഇന്ന് രാത്രി 12 മണിക്ക് പരമാവധി പറ്റുന്നവര് വെസ്റ്റേൺ വേൾഡ് ലൈവ് എന്ന് പറഞ്ഞ് യൂട്യൂബിൽ അടിച്ചാൽ നിങ്ങൾക്ക് വെസ്റ്റേൺ വേൾഡ് ലൈവിൻ്റെ കാണാൻ പറ്റും. ഇസ്രായേലിൻ്റെ 12:30 ടൈം. അപ്പം നാട്ടിൽ എത്രയായിരിക്കും? 5 മണി, വെളുപ്പിൽ 5 മണിക്ക് അലാറം വെച്ച് കിടന്നുറങ്ങുക. എന്നിട്ട് വെളുപ്പിൽ 5 മണിയാകുമ്പോഴത്തേക്കും 5-5:30 മണിയാകുമ്പോൾ നിങ്ങളത് കാണാൻ വേണ്ടി തയ്യാറായി. 5:15 ആകുമ്പോൾ നിങ്ങൾ കാണാൻ തയ്യാറായി കഴിഞ്ഞാൽ വളരെ അമേസിങ് ആണ് ആ പ്രാർത്ഥന. നിങ്ങൾക്ക് ലൈവായിട്ട് അവരുടെ ഒപ്പം തന്നെ ആ സമയത്ത് നിങ്ങൾക്കും പ്രാർത്ഥനയിൽ പങ്കെടുക്കാൻ പറ്റുന്നവരെ ചെയ്യുക. ഇവിടുത്തെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് റോഡിൻ്റെ. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, എത്ര നാളത്തെ സ്വപ്നമാണ് യഹൂദന്മാരുടെ കാണാനും അവരുടെ ഇടയിൽ വസിക്കാനും ഒക്കെ. എൻ്റെ അപ്പേ, എൻ്റെ പൊന്നാര അപ്പച്ചി എന്നോട് കാണിച്ച കരുണയ്ക്ക് എത്ര നന്ദി പറഞ്ഞാലും മതി വരത്തില്ല. ഇതുണ്ടോ പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ടോ? അതാ അയ്യോ, തണുത്ത കാറ്റടിക്കുന്നു. തണുത്ത കാറ്റടിക്കുന്നു. يبدو يتشمسنكو بوي لفنا يبدو يتشمسنكو بوي لفنا
Aba toda വെസ്റ്റേൺ മോൾ ലൈവ് എന്ന് പറഞ്ഞ് നിങ്ങൾ യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ മാത്രം മതി. വെളുപ്പിൽ 5 മണിക്ക് നിങ്ങൾ അലാറം വെച്ച് എഴുന്നേൽക്കുക, എന്നിട്ട് അത് സെർച്ച് ചെയ്യുക. ഈ മാസത്തെ പ്രത്യേക പ്രാർത്ഥനയാണത്. ലൈവായിട്ട് ഈ ഇസ്രായേലിൽ നടക്കുന്ന പ്രാർത്ഥന നിങ്ങൾക്ക് കാണാൻ പറ്റും. അത് ഭയങ്കര ബ്ലെസ്സിങ് ആയിരിക്കും കേട്ടോ. ആ പ്രാർത്ഥന നിങ്ങൾ ലൈവിൽ കാണുന്നത് ഭയങ്കര ബ്ലെസ്സിങ് തന്നെയായിരിക്കും. ട്രൈ ചെയ്യും കേട്ടോ. ട്രൈ ചെയ്തിട്ട് നാളെ എന്നോട് അവിടെ ലൈവ് ഉച്ചയ്ക്ക് വരുന്ന സമയത്ത് കണ്ട ഒരു അഭിപ്രായം പറയുക, എങ്ങനെ ഉണ്ടായിരുന്നു. ഓക്കെ, വാട്ട് ഹാപ്പൻ? ഓക്കെ, തീർച്ചയായും കാണും. ഗുഡ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ കാണുമെന്നുള്ളത് കൊണ്ട് ഐ ആം ഹാപ്പി. ഞാൻ നോക്കട്ടെ എന്തെങ്കിലും വാങ്ങിക്കാൻ പറ്റുമോ കഴിക്കാൻ. ഇതാണ് ഇസ്രായേലിൻ്റെ ലഹൈം എന്ന് പറയുന്നത്. ഇസ്രായേലിൽ ഇത് സ്പെഷ്യലാണ് ലഹൈം. בבקשה פיצה אחד. זה חם. זה קר. בבקשה חם. 9. כן, בסדר. גם רוטה. גם רוטה. תודה רבה. רגע, נסיים את הרעש. בסדר, בסדר. ഇതൊക്കെയാണ് ശബാത്തിൻ്റെ ലഹയം എന്ന് പറയുന്നത്. ഇത് വന്നിട്ട് ഹുഗിയോത്ത് എന്ന് പറയുമ്പോഴത്തേക്കും മധുരമാണ്. അങ്ങനെ ഇത് ഗ്വിനയാണ്. ഗ്വിന എന്ന് വെച്ചാൽ ചീസ്. ഇത് ഉരുളക്കിഴങ്ങ്, ഇത് മധുരം. ഇത് പീറ്റ്സ മോഡലിലാണിത്. ഓക്കെ, എനിവേ ഇതെന്താണ് ഇൻസൈഡ്? എന്തോ ഒരു മധുരമാണ്. അതുകൊണ്ട് കേക്കുകൾ കണ്ടോ, വിവിധങ്ങളായ പല മോഡലിൽ പലതരത്തിൽ വെറൈറ്റി കേക്കുകൾ. ടേസ്റ്റാണ് കേട്ടോ അത്ര കേക്കുകൾ. ടേസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കിതിനകത്ത് ഈ കേക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഓക്കെ സഹോദരങ്ങളെ, ഞാൻ നിങ്ങളെ മുഷിപ്പിക്കുന്നില്ല.
പച്ചക്കളർ ലഡു ആണ്. ഏതാണ് പച്ചക്കളർ? ഇല്ല, അത് ലഡു അല്ല, അതൊരു ചേച്ചി മധുരമുള്ള സ്നാക്സ് ആണ്. സ്മുഹാൻ തോതാ മാ ഷഹദ് വഹേസി תודה רבה. יש רוטב? רוטב, איזה רוטב? פיצה. יובל. כן. תודה רבה. യെല്ലോ യെല്ലോ വന്ദിരുന്നു വിശേഷമായി അങ്ങനെ അപ്പം എന്തായാലും ഞാൻ ഒരു പിസ്സയുടെ ഒരു ചെറിയൊരു കഷ്ണം വാങ്ങിച്ചിട്ടുണ്ട്. ഫുള്ള് വാങ്ങിച്ചാൽ നടക്കത്തില്ല, വയറ് അത്രയും കഴിക്കാനുള്ള കപ്പാസിറ്റി ഒരു പീസ് തന്നെ ധാരാളമാണ്. 2-3 വാങ്ങി വെച്ച് അയ്യോ 2-3 വാങ്ങിച്ച് കഴിക്കാനുള്ള കപ്പാസിറ്റി ഇപ്പോൾ തൽക്കാലം ഇല്ല. ഓൾറെഡി ഞാൻ ചെസ്റ്റ് നട്ട് വാങ്ങിച്ച് വെച്ചിട്ടുണ്ട്. ചെസ്റ്റ് നട്ട് നിങ്ങൾ കഴിച്ചിട്ടുണ്ടോ എൻ്റെ പ്രിയ സഹോദരങ്ങളെ? പറ്റുന്നവർ പരമാവധി ചെസ്റ്റ് നട്ട് വാങ്ങിക്കുക, അത് പുഴുങ്ങി കഴിക്കുക. ഭയങ്കര ടേസ്റ്റാണ് ചെസ്റ്റ് നട്ട് എന്ന് പറയുന്നത്. ചെസ്റ്റ് നട്ട് പറ്റുമെന്നവരൊക്കെ സെർച്ച് ചെയ്ത് നോക്കുക, കിട്ടുന്നെങ്കിൽ വാങ്ങിക്കുക. വാങ്ങിച്ചിട്ട് പുഴുങ്ങി കഴിച്ച് നോക്കുക. ഭയങ്കര ടേസ്റ്റ് എന്ന് വെച്ചാൽ ഭയങ്കര ടേസ്റ്റാണ്. ഓക്കെ, വിൻസി ടി വി ആർ ഓൾസോ ഡൂയിങ് ലൈവ് ഷോപ്പിംഗ് വിത്ത് യു. അതെ അതെ അതെ. അതുകൊണ്ട് ചെസ്നട്ട് വാങ്ങിക്കുക കേട്ടോ. കാരണം ഞാൻ ചെസ്നട്ട് കഴിച്ചതിന് ശേഷം അതൊരു പ്രത്യേക ടേസ്റ്റ്, പുഴുങ്ങി കഴിക്കണം കേട്ടോ. അത് വാങ്ങിച്ചിട്ട് അതിൻ്റെ മലയാളം എന്താണ്, ചെസ്നട്ടിൻ്റെ മലയാളം ഗൂഗിളൊന്ന് സെർച്ച് ചെയ്ത് നോക്കുക. നമ്മുടെ നാട്ടിൽ കിട്ടുമെന്ന് എനിക്ക് അറിയത്തില്ല, എന്നാലും നോക്ക്, സെർച്ച് ചെയ്ത് ഗൂഗിളിൽ കിട്ടാൻ സാധ്യത ഉണ്ടായിരിക്കും തോന്നുന്നു. ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കും, നമ്മുടെ നാട്ടിൽ കിട്ടാൻ സാധ്യത. ചെസ്നട്ട് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമോ? ചെസ്നട്ട് എന്ന് പറഞ്ഞു ചെസ്നട്ട് തന്നെ അടിച്ചു നോക്കുക. ഓക്കെ, സാറ സാംസൺ, റീന നൈറ്റ്, ഇറ്റ്സ് 3 o'clock ഇന്ത്യ ടൈം. ഓ ശരിയാണ് സാറ. തോതാ മോത്തിക്ക് തോതാ തോതാ ഉമ്മ. എൻ്റെ സഹോദരങ്ങൾ 5 മണിയല്ല കേട്ടോ, 3 മണിയാണേ. നമ്മുടെ സാറ വന്ന് നമുക്കത് തിരുത്തി തന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും സാറയ്ക്ക് നന്ദി പറഞ്ഞേരെ. നമ്മുടെ സാറ സാംസൺ എന്ന് പറയുന്നത് നമ്മുടെ കൊച്ചി യഹൂദ സ്ത്രീയാണ്, കൊച്ചിയിലുള്ള ജൂയിഷ് വുമനാണ്. അപ്പോൾ എല്ലാവരും സാറ സാംസന് ഒരു താങ്ക്സ് പ്രത്യേകിച്ച് പറഞ്ഞേരെ. ഇന്ത്യൻ സമയം 3 മണി, 5 മണിയല്ല കേട്ടോ, എൻ്റെ കണക്ക് തെറ്റിപ്പോയി. 12:30 ആണെങ്കിൽ 12:30, 1:30, 2:30, 3 മണി. സത്യം, അയ്യോ. സാറ തോതാ മോത്തിക്ക് തോതാ തോതാ. അപ്പോൾ
പിന്നെ ഇന്ത്യൻ സമയം 3 മണിയാണ്. അലാറം വെച്ച് 3 മണിക്ക് എഴുന്നേറ്റിട്ട് നിങ്ങൾ ലൈവിലൂടെ നിങ്ങൾ കാണുക. നിങ്ങൾക്ക് ഉറപ്പായിട്ടും വലിയൊരു അനുഗ്രഹം തന്നെയായിരിക്കും. അനുഗ്രഹം എന്ന് വെച്ചാൽ ഇറ്റ്സ് അമേസിംഗ് ആണ്. അത് നിങ്ങളതൊന്ന് കണ്ടു നോക്കുക. നിങ്ങൾ പറ, എന്നിട്ട് എന്നോട് പറയാം നിങ്ങൾ എത്രത്തോളം നിങ്ങൾക്കത് അനുഗ്രഹമായിരുന്നു എന്ന് പറഞ്ഞിട്ട്. ഇത്രയ്ക്കും നല്ല ഓപ്പർച്യൂണിറ്റി കിട്ടത്തില്ല. കാരണം ഈ ജെറുസലേമിൽ നടക്കുന്നത് ലൈവ് നിങ്ങൾക്ക് അവിടെ ഇരുന്ന് കാണാൻ പറ്റും. ഓക്കെ, അപ്പൊ എന്തായാലും സാറ തിരുത്തി തന്നതിന് ഒത്തിരി നന്ദിയുണ്ട് കണ്ടോ. കർത്താവ് തക്ക സമയത്ത് ദൂതനെ പറഞ്ഞു വിടുന്ന കണക്ക് പറഞ്ഞു വിട്ടുണ്ടോ സാറേനെ. അതാണ് ദൈവത്തിന്റെ ഒരു പ്രവൃത്തി എന്ന് പറയുന്നത്. സാറ സോറി കേട്ടോ, എനിക്ക് കോണ്ടാക്ട് ചെയ്യാൻ പറ്റിയില്ല. 2 ദിവസമൊക്കെ തിരക്കിലായിരുന്നു. അപ്പോൾ എന്തായാലും ഒത്തിരി സന്തോഷം. ഞാനിപ്പം ലിഫ്റ്റിൽ കയറാൻ പോവുകയാണ്, അതുകൊണ്ട് ലൈവ് കട്ടാകും തനിയെ.